യുക്തിവിചാരം ജോസ് എന്നറിയപ്പെടുന്ന ജോസേട്ടനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. 1933 ജനിച്ച ജോസേട്ടൻ കേരളീയ യുക്തിവാദി പ്രസ്ഥാനത്തിലെ ആദ്യ തലമുറയിൽപ്പെട്ട സഹോദരൻ അയ്യപ്പൻ, MC ജോസഫ്, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്നിവരോടൊപ്പം അനുയാത്ര ചെയ്തിട്ടുള്ളയാളാണ്. ജോസേട്ടൻ്റെ ഓർമ്മകളിലേക്കും അഭിപ്രായങ്ങളിലേക്കും സ്വാഗതം. ജോസേട്ടൻ അപ്പോൾ കുട്ടികളായിരുന്ന കാലത്തൊക്കെ വീട്ടിൽ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ സംസാരിക്കുന്നില്ലേ? ഈ നമ്മളീ പറയുന്ന പോലെ വീട്ടിൽ സംസാരിക്കുന്നില്ലേ? ഭാര്യ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ? കേൾക്കും, എതിർപ്പൊന്നും പറയില്ല. അങ്ങനെ എതിർക്കാറൊന്നുമില്ല. പിന്നെ വാശി പിടിക്കാറുമില്ല. അമ്പലത്തിൽ പോകണമെന്ന് വാശി പിടിക്കില്ല. അങ്ങനെ പോക്കുമില്ല. ഇപ്പം മാനസികമായി തളർന്ന ശേഷമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതെ, ചില പ്രശ്നങ്ങൾ. പിന്നെ ഈ ചോദിക്കാനുള്ള വേറൊരു കാര്യം, അയ്യപ്പൻ അംബേദ്കറിൻ്റെ ഒക്കെ കുറേ ലേഖനങ്ങൾ ആ കാലത്ത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്, സംവരണത്തിന് വേണ്ടി കാര്യമായിട്ട് വായിക്കുന്നുണ്ട്, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ യുക്തിവാദി പ്രസ്ഥാനം ജോസേട്ടനായാലും തന്നെ ആ ഒരു വശത്തെക്കുറിച്ചൊന്നും സംസാരിക്കുന്നതായിട്ടുണ്ട്. നമുക്ക് ജാതിപരമായ ഒരു തരത്തിലുള്ള സംവരണവും അല്ലെങ്കിൽ ജാതിപരമായിട്ടുള്ള ഒരു ആനുകൂല്യവും വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു വാദം അത് ജോസേട്ടൻ്റെ സഹപ്രവർത്തകരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇല്ല, ഞാൻ അതിന് ഈ ജാതീയമായ അവശതയുണ്ട്, അത് നമ്മുടെ രാജ്യത്തിനുള്ളൊരു ഫാക്റ്റാണ്. അത് ഒരു 10 കൊല്ലത്തേക്കൊക്കെ മതിയായിരുന്നു എന്നാണ് ഈ അംബേദ്കറൊക്കെ തന്നെ വിചാരിച്ചത്. പക്ഷെ അത് ഇത്രയും കാലമായിട്ട് മുഴുവനായിട്ടില്ല. അതുകൊണ്ട് അത് ആവുന്നവരെ തുടരണം എന്ന് തന്നെയാണ്. കാരണം തൊട്ട് കാണിക്കാവുന്ന അനുഭവങ്ങൾ ധാരാളമുണ്ട്. ഇന്നും സഹോദരൻ്റെ കാര്യത്തിൽ ഒടുവൊരു ലേശം മങ്ങൽ വന്നിട്ടുണ്ട് ഈ പ്രസംഗത്തിന്. ആദ്യം അങ്ങ് ഒരു ദൈവത്തെ പറ്റി പറഞ്ഞിരുന്നത് അതൊരു മഹനീയമായ നുണ, നല്ല ഒരു നുണയുണ്ട്. മഹനീയമായ വെറും നുണയല്ല, മഹനീയമായ നുണ. അവസാനം പറഞ്ഞ എന്താണെന്നറിയാം, അതൊരു സുന്ദരമായ സങ്കല്പണം ഉണ്ടെന്നല്ല പറഞ്ഞ, അതൊരു സുന്ദരമായ സങ്കല്പം. കണ്ടുവോ വ്യത്യാസം? കണ്ടുവോ? ഞാൻ അന്നാ പറഞ്ഞ സംഭവം ഉണ്ടായില്ലേ, ഈ വിളിച്ചു കൂട്ടിയപ്പോൾ വന്നത്. അതിന് ശേഷം യാതൊരു യുക്തിവാദി മീറ്റിങ്ങുകൾക്ക് പോയിട്ടില്ല, ക്ഷണിച്ചിട്ട് പോയിട്ടില്ല. അതിലങ്ങോട്ട് പറഞ്ഞെന്താ വെച്ചാൽ ഈ 62 ഞാൻ പറഞ്ഞ സുഹൃത്ത് സമ്മേളനം വിളിച്ചു കൂട്ടി, അതിൽ വെച്ചിട്ട് കുറ്റിപ്പുഴ പറഞ്ഞില്ലേ, എത്ര മകാനായാലും വിട്ടിത്തരം പറഞ്ഞ അപ്പൊ ചോദ്യം ചെയ്യന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ആൾക്ക് എതിരായി. അന്നെന്താ പറഞ്ഞത്? ഞാൻ വരുന്നതിന് മുമ്പാണ് ജോസേട്ടൻ സംസാരിച്ച വിവരം. അല്ല, അയ്യപ്പൻ സംസാരിച്ചത് ശബരിമലയ്ക്ക് യുക്തിവാദി ശബരിമലയ്ക്ക് പോകുന്നത് കൊണ്ട് വിരോധമില്ല, അങ്ങനെ അതുകൊണ്ടൊന്നും അവന്റെ യുക്തിവാദം പോവില്ല, ഇനി വേണമെങ്കിൽ പോവാന്ന്, അത് അത്ര വലിയ പ്രശ്നമല്ല എന്ന്. അത് മറ്റൊരു സമ്മതിച്ചില്ല. കുറ്റിപ്പുഴ ഒടുവ് ബാക്കിയുള്ളവരൊക്കെ വളരെ എതിർത്ത് പറഞ്ഞു. അപ്പോൾ MC ഏറ്റുനിന്നിട്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചു. അതങ്ങനെയല്ല സഹോദരൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ സമ്മതിച്ചില്ല, അങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്ന്. അപ്പോൾ കുറ്റിപ്പുഴ ഏറ്റുനിന്നിട്ട് പറഞ്ഞു, എത്ര വലിയ ആളുകളായാലും വിട്ടിത്തരം പറഞ്ഞ ചോദ്യം ചെയ്യേണ്ട വേണമെന്ന്. അത് ഭയങ്കര ഷോക്കായിപ്പോയി. പിന്നെ ഒരു മീറ്റിങ്ങിന് അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ അപ്പോൾ പുറമെ പോയിട്ട് ഇങ്ങോട്ട് ചിലർ പറഞ്ഞു, ആ മീറ്റിങ്ങിൽ ആ അയ്യപ്പനൊക്കെ എന്നോട് എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു എന്നാണ് പറഞ്ഞു. കുഞ്ഞയ്യപ്പൻ മാഷ്, നിങ്ങളെന്നെ പഴനിക്ക് പോകരുത് സഹോദരൻ പാട്ട് പാടിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചു മുഖത്ത് ചുറ്റി. അതങ്ങോർക്ക് മനസ്സിന് വല്ലാണ്ട് വിഷമം പറ്റി. പിന്നെ അന്ന് വലിയൊരു വിഷമം അങ്ങോർക്കുണ്ടായിരുന്നു, മകനെ കാണാത്തത്. ഒന്ന് കാണണമെന്ന് അവസാന നിമിഷത്തിൽ കാണണമെന്ന് കെഞ്ചി പറഞ്ഞിട്ട് പോലും അവൻ വന്നില്ല. അത് വല്ലാത്ത വിഷമമായിരുന്നു. അത് പാർവതി അയ്യപ്പനെ വലിയ വിഷമമായി ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്. അവനൊന്നും വേണത് കാണാതിരുന്നില്ലേ അച്ഛനെ മുഖത്തൊക്കാൻ ധൈര്യമില്ല. അങ്ങനെ അതന്നെ. പിന്നെ പാർവതി അയ്യപ്പൻ പറഞ്ഞു, സ്വാമീനൊക്കെ എവിടെ വെച്ച് കണ്ടാലും തൊഴുത്തറ എന്നിങ്ങനെ തൊഴും സ്വാമിയുടെ പടം കണ്ടാലും ഈ സ്തൂപം വിഗ്രഹമൊക്കെ. പിന്നെ പണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന പലതും
ഇപ്പോൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അവരുടെ സഹധർമ്മിണി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പണ്ടൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള പലതും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു സഹോദരൻ. അപ്പോൾ ഒടുവ് മാറി ചിന്താപരമായി മനസ്സിൻ്റെ അത് പ്രധാന കാരണം മകനാണ് ഏറ്റവും ദോഷമായിട്ട്. അങ്ങനെ ഒരു പിന്നെ മീറ്റിംഗ് യുക്തിവാദി മീറ്റിംഗ് പോയിട്ടില്ല മരിക്കുന്നവരെ. അന്ന് ഈ സങ്കടം ഉണ്ടാകുന്ന സമയത്തും അതിന് ശേഷമൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചകൾ, ഞാൻ ഈ സംവരണത്തിൻ്റെ വിഷയം തന്നെ വീണ്ടും പറയുന്നത്, ഇങ്ങനെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? സംവരണത്തിനെ കുറിച്ച് ചർച്ചകൾ ഇന്നും സജീവമായൊരു ചർച്ച ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. കാരണം ഇന്നും ഇപ്പോൾ സംവരണത്തെ ചർച്ച ഉണ്ടായിട്ടില്ല ഇല്ല അല്ലേ? ശരി. അല്ല, സംവരണം എൻ്റെ അഭിപ്രായത്തിൽ ഒഴിവാക്കാറായിട്ടില്ല. വലിയ മാറ്റമുണ്ട്. ഡോക്ടറെ ഇറങ്ങി വരുമ്പോൾ ഇവരെ കാണുമ്പോൾ എന്താ ചെയ്യുക, അതൊരു വല്ലാത്ത ഭ്രാന്താണ് വാസ്തവത്തിൽ. എന്തിനാ ഈ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടണം? എത്രയോ മാറി ചുറ്റും. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ശരി, പക്ഷെ അതാ ജനിച്ചിട്ട് ആ ഒരു ബോധമുണ്ട്. അത് പ്രധാനം ആ ഡോക്ടർ എന്നെ എഴുതി ആരോ പറഞ്ഞില്ലേ, രവീന്ദ്രൻ, അത് വളരെ സത്യമാണ്. ഈ മൃഗമൊക്കെ ആണെങ്കിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഏറ്റവും ഈ മനുഷ്യ സ്ത്രീ പ്രസവിക്കുന്നത് ഒരു മാംസകഷ്ണം. അതിങ്ങനെ കിടന്ന് പറഞ്ഞു വർത്താനം പറഞ്ഞിങ്ങനെ ഒരു കൊല്ലം കഴിയുമ്പോൾ അത് ഏറ്റു നിൽക്കുക. അപ്പോൾ ആ രീതിയിൽ കൂടെ അത് കേട്ട് 10, 12, 14 വയസ്സ്. അപ്പോൾ അതിൽ നിന്ന് ചുറ്റുന്നുണ്ടാവുന്ന സംഗതികളുണ്ടല്ല, അത് അപാരമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അധികം മാതാപിതാക്കന്മാരാണ് ഈ കുട്ടിയുടെ ഈ രൂപത്തിൽ വളർത്തുന്നതിൻ്റെ. അവരും കുറ്റക്കാരല്ല, അവരെയും മാതാപിതാക്കന്മാർ അങ്ങനെയാണ് വളർത്തിയത്. അപ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അപ്പോൾ തലമുറയായിട്ട് ഈ കുട്ടിയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരുപാട് അനാവശ്യങ്ങൾ ഒരു രക്ഷയില്ല. അപ്പോൾ അതാണ് എളുപ്പമല്ലാതെ മാറ്റാൻ. പിന്നെ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചത്, പലപ്പോഴും ഇപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിനും വായിക്കുമ്പോഴും മറ്റു സംസാരിക്കുമ്പോഴൊക്കെ ഈ കഴിഞ്ഞ ഈ യുക്തിവാദി പ്രവർത്തനത്തിൻ്റെ കാലത്ത് ഒരുപാട് വ്യക്തി സംഘർഷങ്ങളുണ്ടായി. എന്ന് വെച്ചാൽ വേറെ വ്യക്തികളായിട്ട്, ജോസേട്ടനല്ല, വ്യക്തികൾ തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ. ഇപ്പോൾ പിന്നെ ഇടമറുകുമായിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ, പിന്നെ ഓരോ ആൾക്കാരായിട്ട് ഇപ്പോൾ വർഗീസ് കൊരട്ടിയായിട്ട് കേസ് നടക്കുന്നുണ്ട് ജോസേട്ടൻ്റെ വക, പിന്നെ ഉണ്ണി കാക്കനായിട്ടായിട്ട് പ്രശ്നം. ജോസേട്ടൻ പൊതുവേ ഇതിൽ നിന്ന് ഒഴിവായി നടക്കുന്ന ഒരാളാണല്ലോ, ഇങ്ങനെ വ്യക്തി സംഘർഷങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകുന്ന ഒരാളാണല്ലോ പൊതുവെ. അങ്ങനെയാണല്ലോ ജോസേട്ടൻ്റെ ലൈന് എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും നമ്മൾ ഒരാളോട് ഒരു തരത്തിൽ യോജിപ്പില്ലെങ്കിൽ അവിടുന്ന് ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു പോവുക എന്ന് ജോസേട്ടനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരാളായിട്ട് പോലും ഇത്രയധികം വ്യക്തി സംഘർഷങ്ങൾ നേരിടേണ്ടി വരിക എന്നുള്ളത് അത് യുക്തിവാദികളുടെയും ഈ സ്വതന്ത്ര ചിന്തകരുടെയും മാത്രം അവരുടെ ഒരു പ്രത്യേക പ്രശ്നമാണോ? അതായത് വ്യക്തി സംഘർഷം എന്നുള്ളത്, വ്യക്തികൾ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മറ്റൊരു പാർട്ടി നമ്മൾ ഇങ്ങനെ കാണുന്നില്ലല്ലോ. ഇതിലധികം ഉണ്ടാവും. കോൺഗ്രസിനൊക്കെ അധികമുണ്ട്, രാഷ്ട്രീയ പാർട്ടി. ഇതുപോലെ അതല്ല, ഇത് ഈ സംഘടനയുടെ പ്രശ്നമല്ല, ഈ ഇടമറുക് ആയിട്ടുണ്ട ഇത് ഓരോരുത്തരുടെ സ്വഭാവവിശേഷതകൾ ഇങ്ങനെയൊക്കെ പറയണം. അല്ല, ഇതൊക്കെയായാലും നമ്മുടെ ഈ ആശയം ഒന്ന് പ്രചരിപ്പിക്കണ്ടേ നമുക്ക്? അതിൻ്റെ പ്രശ്നം. അതിനെന്തെങ്കിലും ഒരു ഇപ്പോൾ ഡോക്ടറുടെ ശ്രമമൊക്കെ വളരെ ദയനീയമാണ്. അതുപോലെ ഇയാൾ നമ്മുടെ രവീന്ദ്രൻ കാര്യമായിട്ട് ഉത്സാഹിക്കുന്നുണ്ട്. പിന്നെ വേറെ ആരാ? കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വേണ്ടേ നമ്മൾ സംസാരിക്കണം. ആർക്കും ഇത് അയാളൊരു വലിയൊരു നാളൊരു പ്രസംഗം കേട്ടുവരുന്നത്, അയ്യോ ഈ ഇന്ത്യയിലെ ആകെയുള്ള ഇതിനൊക്കെ ഇപ്പം എന്തിപ്പോൾ പരിഭ്രമിക്കാനുണ്ടായോ? ഇത് അല്ല, ഈ ക്രിസ്ത്യാനികൾക്ക് പള്ളിയിൽ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതവർ വേണമെന്ന് അതാ വേണ്ടാതെ വയ്ക്കുക, അവർക്ക് സുഖമായിട്ട് ജീവിച്ചൂടെ? ഇത് കമ്മ്യൂണിസ്റ്റുകാർ പറയണം, ഞങ്ങൾ ചോര ഒഴുകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് അതിനേക്കാളും വലിയ പള്ളി പണിത് കൊടുക്കുന്നു. വല്ല ആവശ്യമുണ്ടോ പള്ളിയിൽ? അതല്ലേ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ പള്ളി മുറിച്ച് അമ്പലം പറഞ്ഞാലും രണ്ടും ശരിയാണ്.
രണ്ടും അന്ധവിശ്വാസത്തിൻ്റെ സംഗതിയാണ്. ഇതുകൊണ്ടൊന്നും നമ്മളായിട്ടൊരു പ്രയോജനമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം കമ്മ്യൂണിസ്റ്റുകാരെന്താ അവർക്ക് വേണ്ടിയിട്ട് ഓരോ തുള്ളിച്ചോരയും ഇതേമാതിരി കലാനാഥനെ ഞങ്ങൾ വിശ്വാസത്തിനെതിരെ അത്ര പിന്നെ എന്തിനെതിരെതിരെ ഞാൻ വിശ്വാസത്തിനെതിരെ ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ആർക്കും ഒരു സംശയം വേണ്ടേനും അത് തുറന്ന് പറയണ്ടേ. ഒരു കുറ്റിപ്പുഴയായിട്ട് വലിയ ഒരുപാട് ബന്ധമുണ്ടായിരുന്നല്ലോ. കുറ്റിപ്പുഴയുടെ ആദ്യകാലത്തൊക്കെ കൃത്യമായിട്ടുള്ള മാർക്സിസ്റ്റ് വിമർശനം തന്നെ കാണാം. 30കളിൽ എഴുതിയിട്ടുള്ളവരെ മാർക്സിന് ഒട്ടനവധി അടിമകളെ കിട്ടിയിട്ടുണ്ട് മൂപ്പര് പറയുന്നുണ്ട് ആദ്യകാലത്ത് 30കളിൽ. അതേ കുറ്റിപ്പുഴ തന്നെ ജീവിതാവസാന കാലത്ത് പരിധ്യാത്മക ബോധവിഭാഗത്തിനെ പറ്റി ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അത് അല്ല, ഒരു ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ ക്യാപിറ്റൽ ദാസ് ക്യാപിറ്റൽ തർജ്ജമയിലൊക്കെ പങ്കാളിയാവുന്നുണ്ട്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഭൂമിയിലെ സ്വർഗം എന്ന ലേഖനം എഴുതിയിട്ടില്ല റഷ്യയെ പറ്റി. അതിൽ ആ ഒരു പിന്നെ ധാരണയിൽ നിന്ന് അത് ആ ധാരണയാണ് അവസാനം പുലർത്തിയിരുന്നത് അല്ലേ? അങ്ങനെ ആ ധാരണ തന്നെയായിരുന്നു. അത് നന്നാ ലോകം മുഴുവനും. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുടെ ചില പ്രവർത്തിക്കുന്നവർക്ക് ദേശീയ എന്ന് മാത്രമല്ല, മൊത്തം കമ്മ്യൂണിസ്റ്റുകാരുടെ ദേശീയൻ്റെ കമ്മ്യൂണിസത്തിൽ കൂടി തന്നെ ഇവിടെ നല്ലൊരു ഇതുവരെ ഉള്ളതുണ്ട്. റഷ്യ സ്വർഗം, ഭൂമിയിലെ സ്വർഗമാണ് എന്നൊക്കെ പറയാന്നുണ്ടെങ്കിൽ. പക്ഷെ ഇപ്പൊ ജീവിച്ചിരുന്ന ഒരു എന്താ പറയാ, അന്ന് ഈ സോവിയറ്റ് യൂണിയൻ യഥാർത്ഥ അവസ്ഥ എന്താണെന്നുള്ള ഒരു പക്ഷേ അത്ര ഒന്നും അറിയില്ല. 44 കൊല്ലം മുമ്പ് എൻ്റെ മരിച്ചത്. പിന്നീട് തന്നെ ഇപ്പൊ ഇതൊക്കെ സ്ഥിതി ആകെ ഇപ്പൊ ശരിക്കും ഒരു ന്യായം പറയണം. ഇപ്പൊ ഈ മാർക്സിസ്റ്റുകാർ ഇപ്പൊ എന്താ ചെയ്യുന്നത്? എന്നിട്ട് ക്ലീനിങ്, ഇപ്പൊ പച്ചക്കറി ഉണ്ടാക്കുക, എന്തൊക്കെ ഇപ്പൊ പരിപാടി. രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന ഭരണപരമായ കാര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പം ഈ മാതിരി കാര്യങ്ങളാണ്. പാലം പണി കൊള്ളാം, വലിയ ഉപദ്രവമില്ല. ഈ സമരമാണ് ഏറ്റവും വലിയ ഉപദ്രവം എൻ്റെ നോട്ടത്തിൽ. അല്ല, അരി പച്ചക്കറിയൊക്കെ വിതരണം ചെയ്യുക. എന്താ ഈ കമ്മ്യൂണിസ്റ്റ് എന്തിനാ ആളുണ്ട് കണ്ടില്ലേ? ഇപ്പോൾ പ്രത്യേകിച്ചൊരു ആവശ്യത്തിന് തന്നെ അവർ ഈ കംപ്ലീറ്റ് കേരളത്തിന് മുഴുവൻ നിരന്നത് അതിന് സ്ട്രെങ്ത്ത്, അത് അംഗസംഖ്യ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇലക്ഷൻ വരുമ്പോൾ ഒക്കെ അങ്ങനെ ഒരു ഇത് വരണ്ടേ, സൂത്രനാണി. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് ഇനി ഇവർക്ക് കേരളത്തിൽ ഭരിക്കാൻ പറ്റുന്നു. നമുക്കിപ്പോൾ യുക്തിവാദികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ നിലയിൽ ഇനി കേരളത്തിൽ യുക്തിവാദികൾക്ക് ഏത് തരത്തിലാണ് യുക്തിവാദികൾ കേരളത്തിൻ്റെ ഒരു ചിന്താരീതിയെ സ്വാധീനിക്കാനും സമൂഹത്തെ സ്വാധീനിക്കാനും കഴിഞ്ഞിട്ടുള്ളത്? മുമ്പ് കാലത്ത് നമുക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് മുമ്പൊന്നും ഇത്രയൊന്നും സ്വാധീനം ഇല്ല. 1962 ഞാൻ സുഹൃത്ത് സമ്മാനം വിളിച്ചു കൂട്ടിയത് ആകെ 79 ആളാണ് വന്നത് ഇന്ത്യ തൊട്ടാകെ. അത് ആലോചിക്കേണ്ട കാര്യ 79 ആള്. അന്ന് അതേ സമയത്ത് യുക്തിവാദി ഒരു മാസിക മാത്രമേ ഉണ്ടോ. ഇന്നിപ്പോൾ അതിൻ്റെങ്കിലും പല മാസികകളും ആൾക്കാരും അതിൽ ഉണർവ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് പോരാന്ന് മാത്രം. അപ്പോൾ യുക്തിവാദം, പിന്നെ യുക്തിവാദികൾ തമ്മിൽ ഈ സ്പർദ്ധയുടെ ഒരു ആവശ്യമില്ല. അത് കാരണം ഈ ഈഗോ ആണെന്നാണ്, ഈ തലച്ചോറിൻ്റെ അത് ജന്മവാസനപ്പെട്ടാണത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിലൊക്കെ എന്താ പ്രശ്നമുണ്ട്? രാഷ്ട്രീയം പ്രവർത്തിക്കുന്ന ഒരാൾ ചെയ്തോട്ടെ. ഈ യുക്തിവാദികൾ അതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ചോദിച്ചു, ഇവിടുത്തെ മദർ ആശുപത്രിയിൽ സമരം നടന്നു. മദർ ആശുപത്രിയിൽ അവിടുത്തെ അവിടെ ജോലിക്കാരൊക്കെ ആയിട്ട് നമ്മളെന്തിനാ അതിൽ ഇടപെടണം? ഇവരതിനെതിരായിട്ട് അവർക്ക് അനുകൂലമായിട്ട് ജാഥ നടത്തി. തിരുച്ചൂർ ജില്ലാ യുക്തിവാദ സംഘം ഒരു 10, 25, 10, 30, 40 ആൾ കൂടിയിട്ട്. എന്താ അതൊക്കെ ഇതല്ലേ, വൃത്തികെട്ട ഏർപ്പാടല്ലേ. ആശുപത്രി ഒരു മുസ്ലിമിൻ്റെ അവൻ വേണമെന്ന് അങ്ങേറ്റം വിചാരിച്ചാൽ അതാ വേണ്ടാന്ന് വെച്ചാൽ അവൻ്റെ തലമുറയ്ക്കും കഴിയാനുള്ള കാശുണ്ട്.
ഏയ് 3.5 ഏക്കർ എൻ്റെ സ്ഥലമുണ്ട്. ആ സ്ഥലം വിറ്റാൽ തന്നെ എത്ര കോടി രൂപ കിട്ടും. അപ്പം അത് പറഞ്ഞത് കേട്ട് കൊണ്ടെടുക്കാൻ നല്ലത്. ആ സമരത്തിന് യുക്തിവാദികൾ എന്തിനാ പോണേ? യുക്തിവാദികൾക്ക് ഇവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ആ നമ്മള് സാംസ്കാരിക രംഗത്ത് അത് ഞാൻ പറഞ്ഞില്ല, വിദ്യാഭ്യാസമാണ് നമ്മുടെ ആ രീതിയിലുള്ള പ്രവർത്തനമാണ് വേണ്ടത്. അതിപ്പോൾ ഇവർ പറഞ്ഞാൽ അവനെന്തെങ്കിലും സൂത്രപ്പണി കൊണ്ടോ ചപ്പടി കുത്തികളാവാം. നമ്മൾ ഈ സംഘടന ഉണ്ടായി വരുമ്പോൾ അത് ഒരു മാർക്സിസ്റ്റ് സംഘടന, ലെനിനിസ്റ്റ് സംഘടനയുടെ രൂപത്തിൽ ഉണ്ടായി അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ അതാണ് ആ കുഴപ്പം. അവർക്ക് അങ്ങനെയുള്ള സംഘടനയെ പറ്റി അറിയണല്ലോ. ഈ ജാതി മത രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാ രൂപം മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. അതുകൊണ്ടായിരിക്കും. ഇതിനതല്ല, സ്വതന്ത്ര ചിന്തകരുടെ സംഘടന വളരെ ലിബറലായിരിക്കണം. അതാണ് നേരത്തെ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇവരെല്ലാവരും ഉണ്ടായിരുന്നപ്പോഴും വീട്ടിൽ ഉണ്ടായിരുന്നു. പിന്നെ അയ്യപ്പൻ ഉണ്ട് അവസാന കാലത്താണെങ്കിലും, MC ജോസഫ് ഉണ്ട്, കുറ്റപ്പുഴയുണ്ട്, ജോസേട്ടനുണ്ട്. ഇവരെല്ലാവരും നിങ്ങളുടെ ഒക്കെ ധാരണ ഈ രീതിയിലുള്ള ഒരു വളരെ ശക്തമായൊരു സംഘടനയും ഒരു ഇതൊന്നും വേണ്ടാന്നാണെങ്കിൽ പോലും മറ്റൊരു സംഘടനാ രൂപം നമുക്ക് പരിചയമില്ലായിരുന്നു എന്ന്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. തന്നെയാണ് ഈ സംഘടന. നമുക്ക് ആകെ അറിയുന്നൊരു സംഘടന എന്ന് പറഞ്ഞാൽ ലെനിനിസ്റ്റ് സംഘടനയാണ്. ആ രൂപത്തിൽ സംഘടന ഉണ്ടായി അതാണ് കാര്യം. എങ്ങനെ വന്നത് ഇപ്പോൾ ഇത് വേറെ തമാശ എന്താണെന്നറിയാം. ഈ ആദ്യം സംഘടന രൂപീകരിക്കുന്നത് തൃശ്ശൂർ വെച്ചിട്ടാണ്. 67-68 അപ്പോൾ എന്നിട്ട് എന്നോട് സെക്രട്ടറി ആകാൻ പറഞ്ഞാൽ പറ്റില്ല, ഞാൻ എൻ്റെ ജോലി നോക്കിയിട്ട് ഒഴിവുള്ള സമയം മാത്രമേ ഈ പ്രവർത്തനങ്ങൾക്ക്. എൻ്റെ തത്വം സാധിക്കൂ. എനിക്ക് എൻ്റെ തത്വം തന്നെ ഏത് ജോലി നന്നായി ചെയ്താൽ ജീവിക്കാനുള്ള കാശ് കിട്ടും. ജീവിതം ധന്യയാക്കുന്നത് എന്തെങ്കിലും സാമൂഹിക പ്രവർത്തനങ്ങളുമാണ്. അതിലേറ്റവും ധന്യമായ സാമൂഹിക പ്രവർത്തനമാണ് ഈ യുക്തിവാദ പ്രചരണം. ഇത്രയുണ്ടോ? അത് ഒഴിവുള്ള സമയത്ത്. ഇപ്പോൾ പെട്രോൾ പമ്പിൽ ജോലി 2 പേര്, ഞാൻ തന്നെ വേണ്ട സ്ഥലത്ത് മറ്റവന് പനിയിൽ നിൽക്കുക, ഞാൻ ഇരിക്കേണ്ട സ്ഥലത്ത് എന്ത് പരിപാടിൻ്റെ ആയാലും ഞാൻ പമ്പിലത്തെ ജോലി വേണ്ട നിൽക്കില്ല, വേറെ ആളെ ഏൽപ്പിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ നടത്തുന്ന പരിപാടികൾക്ക് എൻ്റെ കൂടി ഒഴിവ് നോക്കിയിട്ടേ നടത്തിയിട്ടുണ്ടോ, എനിക്ക് ഒഴിവെടുക്കാൻ പറ്റും എന്നുള്ള നിലയിൽ. ജോലിക്ക് തടസ്സമായിട്ട് ഇതിൻ്റെ ഏജൻസിയാണ്, അവർ സീതാറാം സ്വാമിയാണ്, കടുത്ത വിശ്വാസികളാണ്. ഒരുപാട് പേരെ എന്നെ എതിർത്ത് അവരുടെ അടുത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവർ നല്ലോണം സൂക്ഷ്മമായിട്ട് നോക്കിയപ്പോൾ അവർ ജോലിക്ക് ഞാൻ എക്സ്പെർട്ടാണ്. അപ്പോൾ പലരും വന്നിട്ട് പിന്നെ നിരീശ്വരനാണ്, അവന് ദൈവം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല, അവൻ ഞങ്ങളുടെ ജോലിക്ക് കറക്റ്റാണ്, കാശൊക്കെ കൃത്യമായിട്ട് അവരെ ഏൽപ്പിക്കും, അവരാരും ഇല്ല അവിടെ. അതാണ്. അപ്പോൾ നമ്മൾ തന്നെ കൃത്യമായിട്ട് ഒരാക്ഷേപവും വരാത്ത തരത്തിൽ ഒരു പമ്പിൽ ഉള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ അവർക്ക് വളരെ സ്നേഹം. അപ്പോൾ അതിൽ ഈ സമരത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഇവർ ഗുരുവായൂർ സമരത്തിന് പോയല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല, കാരണം എൻ്റെ മുതലാളിയുടെ ഏറ്റവും വലിയ ആൾക്കാരാണ് ഗുരുവായൂർ അമ്പലവും ദൈവമൊക്കെ. അവരിവിടെ വരുന്ന ആൾക്കാരെയൊക്കെ കൊണ്ട് കാണിക്കുന്ന അമ്പലം. അവിടെ ഞാൻ സമരത്തിന് പോയി എന്ന് പറഞ്ഞാൽ നാളെ അവർ പൊക്കോളാൻ പറയും എന്നോട്. അപ്പോൾ എനിക്ക് വേറെന്താ വഴി, ഞാൻ സമരത്തിന് വരില്ല. അതൊരു സംഘടനക്ക് അത് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ വന്നപ്പോൾ അല്ലേ? അങ്ങനെ ഒരു പ്രശ്നം വന്നു. സംഘടന എനിക്ക് ലീവ് തന്നു, ഒഴിവ് തന്നു. സാറിൻ്റെ എന്ന് പറഞ്ഞു. സാറിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ഏറ്റവും ഒടുവ് ഇവരൊക്കെ ഈ സംഘടനയിലെ പവനെ കൊണ്ടൊക്കെ തെറ്റി പറയിക്കുക. ഞാൻ പവൻ്റെ ആൾ തന്നെ വെച്ചിട്ട് പറഞ്ഞു അന്ന് മീറ്റിങ്ങിനപ്പോൾ, ഇത് തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യിക്കരുത് എന്ന് പറഞ്ഞിരിക്കും അവരുടെ ഭൂരിപക്ഷം. പിന്നെ ഞാൻ ആ മെമ്പറും അല്ല, മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല. ട്രഷററൊക്കെ ആയിരുന്നു സംഘത്തിൻ്റെ, വലിയ ആളായിരുന്നു. അപ്പോൾ സംഗതി എന്താ വെച്ചാൽ അതിപ്പോൾ ഇപ്പോൾ കുറേയൊക്കെ ശക്തിപ്പെട്ട ഈ യുക്തിവാദം എന്താണെന്ന് ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്കും അറിയില്ല. ഇത് ഈ അന്ധവിശ്വാസങ്ങളെ നിന്ന് സാമാന്യ ജനങ്ങളെ നമ്മൾ ഒഴിവാക്കുക. സത്യമായിട്ടും ഇതേ വേണ്ടോ?
പിന്നെ അവർ വിട്, അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കട്ടെ. നിങ്ങൾ ഇന്ത്യൻ്റെ മാതിരി വേണമെന്ന് പറയാൻ പറ്റുമോ? ഈ വിശ്വാസം ഫോഴ്സ് ഉപയോഗിച്ചിട്ട് കമ്മ്യൂണിസം നടപ്പിൽ വരുത്താൻ ആ രീതിയിൽ പറ്റില്ല. യുക്തിവാദം ഞാൻ പറഞ്ഞില്ലേ, 10 കൊല്ലം ജയിലിലിട്ടാലും ഒരുത്തനെ മാറ്റാൻ പറ്റില്ല. നേരെ മറിച്ച് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ 10 മിനിറ്റിനകത്ത് മാറിയിരുന്നു പോയി. അല്ലെങ്കിലാവും നമ്മുടെ ശക്തി കണ്ടിട്ട്. ഈ സമരത്തിലൂടെ ഇപ്പോൾ അന്നിപ്പോൾ ഈ ഗുരുവായൂർ അമ്പലത്തിലെ സമരം പറഞ്ഞു, ഇതുപോലുള്ള സമരങ്ങളിലൂടെയുള്ള പ്രവർത്തന ശൈലി അത് ജോസഫിന് സ്വീകാര്യമായി തോന്നുന്നുണ്ടോ? എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. ഈ ഗുരുവായൂർ ഞാൻ പോയില്ല, അവിടെ പോയവർക്കൊക്കെ എന്താ അടിയും കിട്ടി, എന്താ ഉണ്ടായി, അതുകൊണ്ട് കുറേ ആളുകൾ കളിയാക്കി. അതുകൊണ്ട് ഒരു 10 യുക്തിവാദികൾ കൂടുതലുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യുക്തിവാദം പ്രചരിക്കേണ്ടത് അവരുടെ പ്രചരണ രീതി അനുസരിച്ചാണ്. അത് ഭയപ്പാട് പാടില്ല, അത് സംഘത്തിന്റെ ശക്തി കണ്ടിട്ട് പാടില്ല. അങ്ങനെയല്ല അതിന്റെ രീതി. അതന്നെ രീതി. ഈ പറഞ്ഞ വിദ്യാഭ്യാസ രീതിയാണ്. കുട്ടികളെ സ്കൂളിൽ അധ്യാപകർ എങ്ങനെ പെരുമാറണം? കാരണം ഇവരൊക്കെ ശിശുക്കളാണ് വിശ്വാസത്തിന്റെ കാര്യത്തിൽ. ബാക്കി പരിധി അവർ കേമന്മാരായിരിക്കാം, അത് വേറെ കാര്യം. പക്ഷെ ഈ സംഗതിയിൽ അവർ എത്ര ഞാൻ വീണ്ടും 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 ചോദിക്കുന്നു, ഈ വിശ്വാസത്തിൻ്റെ പേരിൽ എന്തെങ്കിലും നടക്കുമോ? എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ സാധാരണ നടക്കാവുന്ന കാര്യങ്ങൾ അത് വിശ്വസിച്ചാൽ ഇല്ലെങ്കിൽ നടക്കും. ഇപ്പം മഴ പെയ്യാൻ പ്രാർത്ഥിച്ചു, മഴ പെയ്യേണ്ട സമയത്താണെങ്കിൽ മഴ പെയ്യും. അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടോ പെയ്യുന്ന എന്തെങ്കിലും. ക്യാൻസർ രോഗി പ്രാർത്ഥിച്ചു, ക്യാൻസർ മാറി. എന്താ സംഗതി? ഒന്നാമത് ആ രോഗം ക്യാൻസർ ആയിരുന്നില്ല, വേറെ വെറും പോളമാതിരിയായിരുന്നു. അത് പേടിച്ചിട്ട് ചെന്ന് ഓപ്പറേഷൻ കഴിച്ച് ഗുരുവായൂരപ്പന് ഒരു പവനും കൊടുത്തു, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ. ഇത് മാറി അവിടെ ഇല്ല. ഞാൻ ചികിത്സിച്ചൊന്നും പറയില്ല, അത് ക്യാൻസർ ആയിരുന്നില്ല എന്നുള്ളത് സത്യം. എന്ത് ഈ ക്യാൻസർ എത്ര തരമുണ്ട് അതൊക്കെ അറിയാവുന്നവർക്ക് തന്നെ അറിയാം, ഡോക്ടർക്ക്. അല്ല പലതരമുണ്ട്, പല സ്ലോ ഗ്രോത്ത് ഉണ്ട്. ഒരു തെങ്ങ് കയറ്റ തൊഴിലാളി ഉണ്ട് ഇവിടെ കണിമംഗലത്തെ. അയാൾ ഈ വയറിനാകെ വിഷമായിട്ട് ഓപ്പറേഷൻ കഴിച്ചു. ഓപ്പറേഷൻ കഴിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അനങ്ങാൻ നിർത്തിയില്ല, നിറച്ച് ക്യാൻസർ വയറിൻ്റെ തുന്നിക്കെട്ടിട്ട് സാറിൻ്റെ 2 മാസത്തേക്ക് കൊണ്ട് ജീവിക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് അയാൾ 3 കൊല്ലം കൊണ്ട് ജീവിച്ചു തെങ്ങ് കയറ്റായിട്ട്. അപ്പോൾ അതെന്താ, ആ ഗ്രോത്ത് വളരെ സ്ലോവിനായിരിക്കും. തുറന്നു നോക്കി ഡോക്ടർ കണ്ടതാ, ഒന്നും ചെയ്യാൻ നിർത്തിയില്ല, ആ മാതിരി പാടം കിട്ടിയിരിക്കുക. എന്നിട്ട് 3 വർഷം പിന്നെ 3 വർഷം ജീവിച്ചു. അല്ല ഞാൻ അതൊക്കെ ഈ വിശ്വാസികൾ അവരുടെ ചില മാസികയുണ്ട്, അത് വായിച്ചറിയാം. തീർച്ചയായിട്ടും മണ്ണ് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. ഞാൻ ചോദിക്കുന്നത് കാശ് ആൾക്ക് വേറെ. എനിക്കൊരു സംശയമുണ്ട്, ആളുകൾ കാശിന് വേണ്ടി എന്ത് കിട്ടും എന്ന് ചോദിക്കില്ലേ ചിലർ. എനിക്ക് അതുകൊണ്ട് എന്ത് കിട്ടും? ഈ വിശ്വാസം ഇല്ലാണ്ട് വന്നാൽ ഒരുപാട് നേട്ടമുണ്ട് എൻ്റെ ജീവിതത്തിൽ. അതായത് ഒന്ന് മനസ്സമാധാനം, രണ്ടാമത് സാമ്പത്തിക നേട്ടം, മൂന്നാമത് സമയലാഭം, പിന്നെ മനസ്സമാധാനം, സാമ്പത്തിക സമയം ലാഭം, അധ്വാനം കുനിയ ഉണ്ട്. ഈ ഇത് എക്സസൈസ് എന്ന് പറയണ്ട, അത് വേറെ. ഈ നിസ്കരിക്കുക വള്ളാറടങ്ങിയത് നേരങ്ങളിൽ അയ്യോ സമയം അയ്യോ, ഈ പരാക്രമം എന്ത് കഷ്ടമാണെന്നറിയോ. ഇതുകൊണ്ട് എന്താ ഗുണം? ഇത്രയും അധ്വാനം ഒഴിവാക്കാം, സമയം ലാഭിക്കാം. മനുഷ്യർക്ക് നല്ല കാര്യം പറഞ്ഞ കേൾക്കണി എന്ത് ചെയ്യും? ഞാനത് ആലോചിക്കണത് ഗുണമുണ്ടെന്നുണ്ടായി. ജോസഫിന് യുക്തിവിചാരം ഇത്രയും കാലം നടത്തിയിട്ട്, പക്ഷെ അതിനു മുമ്പേ ഒരു നാസ്തികൻ വാരികയായിട്ട് അത് പിന്നെ നിർത്തിവെക്കാൻ സാമ്പത്തികം മാത്രമല്ലല്ലോ കാരണം, വേറെയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അതായത് സണ്ണി ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പ്രവർത്തനത്തിൽ
ആരംഭത്തിൽ ഇവർ കുറേ പേര് കൂടി ഇങ്ങനെ ചെറുപ്പക്കാർ, സണ്ണി ജോൺസൺ ഇവര്, പിന്നെ ഒരു കുഞ്ഞിപ്പാലു, പിന്നെ ഒരു വക്കീൽ, ഇങ്ങനെ അവർ അധികം ജോലിയില്ലാത്തവരാണ്. അവരങ്ങനെ കൂടി യുക്തിവാദം നല്ലതാണെന്ന് ഒരാൾക്ക് തോന്നി. അങ്ങനെ ഇവരെല്ലാവരും കൂടി പൂരപ്പുറം കൂടിയിരുന്ന് ആലോചിച്ച് ഇപ്പോൾ ഞാനായിട്ട് പരിചയപ്പെട്ടു. ഞാൻ ഇവിടെ വന്ന് ഈ സുഹൃത്ത് സമ്മേളനം വിളിച്ചു കൂട്ടിരുന്ന കുറ്റിപ്പുഴ സ്പർദ്ധയായിട്ട് അതിലൊക്കെ ഇവർ വരും, പങ്കെടുക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ കുറ്റിപ്പുഴ മറ്റേ EMCയുടെ 50-നോടനുബന്ധിച്ച് ഇവർ വലിയൊരു മീറ്റിംഗ് ആയിരുന്നു അത്. 1000 മീതാണ്ട് പങ്കെടുത്തിരുന്ന ടൗണുകാരുണ്ട്. അതിലേക്ക് ഇവർ സജീവമായിട്ട് പങ്കെടുത്തു. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒന്നിച്ചൊരു മാസിക തുടങ്ങാമെന്ന് അവർ പറഞ്ഞു. അവരൊക്കെ പ്ലാൻ ചെയ്തിട്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ കാണുന്നത് എന്നെ മാനേജിങ് എഡിറ്ററാക്കി നാസ്തികൻ. കൊള്ളാം, വീട്ടിൽ പട്ടേരിപ്പാട് മറ്റൊരു മറിച്ചവരൊക്കെ ഉപദേശകന്മാർ എന്ന് പറഞ്ഞ് ഉണ്ടാക്കി ഇറക്കി. 1, 2, 3, 4 മറിക്കോട് കൂടിയിട്ട് അതിൻ്റെ കാശും പോയി അവരെല്ലാം കഴിഞ്ഞു. അപ്പോൾ എന്താ ചെയ്യാം? ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാം, ഞാനൊരു ഫണ്ട് കമ്മിറ്റി ഉണ്ടാക്കാം. ഫണ്ട് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പൈസയുടെ പരിപാടി മൂന്നും ഞാൻ ചെയ്യാം. മറ്റത് നിങ്ങൾ ശരിയെന്ന് പറഞ്ഞു ഒരു 500 രൂപ സണ്ണിക്ക് നോട്ടം എന്നുള്ള നിലയ്ക്ക്, ബാക്കി കംപ്ലീറ്റ് പൈസ ഞാൻ കൊടുക്കാം. ഞാനെന്ന് വെച്ചാൽ സംഭാവന പിരിച്ചിട്ട് അതിൽ ഞാൻ കൃഷിമട്ടിയാർ, പിന്നെ ഒരു വക്കീലുണ്ട്, ഞങ്ങൾ 3 പേര് അംഗങ്ങൾ, ഞാൻ അതിൻ്റെ ചെയർമാൻ. ആ വഴിക്ക് സംഭാവന മാസിക കൂടി തന്നെ പിരിച്ചു. അങ്ങനെ കാശ് കിട്ടി, കുറച്ച് കാശ് കിട്ടി, മുഴുവൻ കിട്ടിയില്ല. അങ്ങനെ നടത്തി 5-6 ലക്ഷം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേണു, നക്സൽ വേണു ഇവരായിട്ട് ബന്ധപ്പെട്ടു. ആ ബന്ധപ്പെട്ട് അതിൽ അവർ വേണു ഇവരോട് പറഞ്ഞു, ഈ യുക്തിവാദമൊന്നും നടക്കില്ല, ശരിക്കും പറഞ്ഞാൽ മറ്റേ പരിപാടിനെ പറ്റും. ഇന്ത്യയിലത്തെ സ്ഥിതി അതാണ്. 40 ലക്ഷം തൊഴിലില്ലാത്തവരുണ്ട് നിങ്ങളുടെ മാതിരി. അവരെ സംഘടിപ്പിക്കുകയും നമുക്ക് ഭരണകൂടം പിടിച്ചെടുക്കാൻ പറ്റും എന്ന് പറയും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു. അതാദ്യം നാട്ടും പുറത്തുള്ള മുതലാളിമാരെ അറ്റാക്ക് ചെയ്യാൻ, നാട്ടും പുറത്ത് ഒറ്റത്തിൽ നിന്ന മുതലാളി. അപ്പോൾ അവരൊക്കെ ടൗണിലേക്ക് വരും. ടൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വിജനമായി. അവിടെ പോലീസിന് ഈ മേഖല മേഖലയാണ്. പോലീസിന് ഈ സാമ്പത്തിക ആൾക്കാരെ കാവൽ നിൽക്കലിൻ്റെ പണി, കാവൽ നായ്ക്കാണ്ട്. അവിടെ ആരും ഇല്ലാണ്ടപ്പോൾ അവരും കൂടി പോരും. അപ്പോൾ അവിടെ നമുക്ക് ധൈര്യമായിട്ട് പ്രവർത്തിക്കാം. അതിനിടയ്ക്ക് കുറച്ച് പോലീസ് മർദ്ദനമൊക്കെ ഉണ്ടായിരിക്കേണ്ടി വരും. അത് നമ്മൾ സഹിക്കണം. പിന്നെ ആദ്യം കുറച്ച് മർദ്ദം കഴിഞ്ഞാൽ പിന്നെ സമാധാനമാവും. കാരണം പോലീസുകാർ പിന്നെ നമ്മളെ തന്നില്ല പിടിച്ചുകൊണ്ട് അക്ഷരനെ കൊണ്ടുവന്നിട്ട് പാപ്പച്ചനോട് പറയും, പാപ്പച്ച തല്ലേന്ന് പറഞ്ഞാൽ ഞാനില്ല എന്ന് പറയും. കാരണം തല്ലി കഴിഞ്ഞാൽ വീട്ടിൽ പോകുമ്പോൾ പാപ്പച്ചനെ കൊണ്ടുവർ നക്സല്. അപ്പം നക്സലിനെ കിട്ടിക്കൊണ്ടുവന്ന് തന്നില്ല. കാരണം പോലീസുകാരുടെ ഇടയിൽ നക്സലുണ്ട് ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ. അപ്പം അങ്ങനെ വന്നിട്ട് നാട്ടുപുറത്ത് മുഴുവൻ ഇവർ പ്ലാൻ ചെയ്യും. അത് കഴിഞ്ഞാൽ ടൗണിലേക്ക് കയറുക. ടൗണിലേക്ക് കയറുക, അവിടെ പൊട്ടി, ഇവിടെ ബോംബ് പൊട്ടി, ഇവിടെ ഒട്ടും ഇങ്ങനെ കസേരയിൽ കയറിയിരിക്കുക. ഇതൊക്കെ ശരിക്കും ഇവർ വിശ്വസിച്ചു. അല്ലാണ്ട് ഈ നിലയ്ക്ക് നടത്തുന്ന ചെറുപ്പക്കാർ വിശ്വസിച്ചു. അത് വിശ്വസിച്ചു. അവർ ആ ലൈനിൽ കൂടെ പിന്നെ ഇതിൽ എഴുതി തുടങ്ങി. എന്നിട്ടൊരു പേരൊക്കെ വെച്ചിട്ട് വർഗ സമരം, പിന്നെ ഈ രാഷ്ട്രീയവും വിപ്ലവവും മറ്റും തോക്കിൻ്റെ കൂടെ വിപ്ലവമാണ്. അങ്ങനെ 2-3 ലേഖനങ്ങൾ എഴുതി. അപ്പം ഞാൻ പറഞ്ഞു ഇത് നടക്കില്ല, ഞാൻ ഈ ഫണ്ട് കമ്മിറ്റി ചെയ്യുമ്പോൾ എനിക്കിത് താല്പര്യമില്ല. അങ്ങനെ എന്നാൽ ജോസഫ് വിളിച്ചു, ഞാൻ വിളിക്കാം. 1600 രൂപ എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയിരിക്കുക എൻ്റെ. ഞാൻ പറഞ്ഞു ഞാൻ അത് ഉപേക്ഷിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ എന്നെ ഏൽപ്പിക്കുക, ഞാൻ നടത്താം. എന്താ ജോസഫ് എന്താ തരിക? ഞാൻ എന്താ തരണം, ഒരു 1000 രൂപ തരാൻ തന്നെ. ഏയ് അതൊന്നും പറ്റില്ല. ഏയ് വേണ്ട, പറ്റില്ല. അപ്പോൾ എന്താ എൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു. ഏയ് പറ്റില്ല, അത് വേണ്ട, നീ കൊണ്ടുപോക്കോ.
ഞാൻ നടത്താമെന്ന് പറഞ്ഞതാണ്. ആ. അങ്ങനെ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടും നല്ലൊരു മാസിക ഇന്ത്യ. പിന്നെ നടത്താനും പറ്റില്ല. ജോസഫിന് പിന്മാറിയതോടെ അത് നിന്ന് പോയി. അത് ഒരു 5-6-3-4 കൂടി ഇറക്കി. അത് ഈ രീതിയിൽ ഈ വർഗ സമരം സ്വല്പം ചില മാറ്റമൊക്കെ ആയിട്ട് അതുകൊണ്ട് അത് നിർത്തിയത്. നടത്താൻ സാധിച്ചില്ല. അവർ 2-3 പിന്നെ ഇറക്കിയിട്ടുണ്ട് വേറെ ചില ആൾക്കാരൊക്കെ വിളിച്ചിട്ട്. അത് നല്ലൊരു തുടക്കമായിരുന്നു. അത് നന്നായിരുന്നു. അവർ അങ്ങനെ എഡിറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നതിൻ്റെ കഴിവുണ്ട്. നല്ല ഒരു അവതരണ രീതിക്കാണ്. പക്ഷെ അതിന് ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികം പ്രശ്നമാണ്. ഇത് ജോലിയുള്ള ആളുകൾക്ക് കൊണ്ടെടുക്കാനേ പറ്റുമോ യുക്തിവാദം. യുക്തിവാദം പ്രചരിപ്പിച്ച് വയറ്റുകുഴപ്പം കൂടി നടത്താമെന്ന് വിചാരിച്ചാൽ അപകടമാണ്. രണ്ടും നടക്കില്ല. അതാണ് വിഷമം. രാഷ്ട്രീയ പാർട്ടി അങ്ങനെയല്ല. അവർക്ക് ഫുൾ ടൈം വർക്കർമാരുണ്ട്. അവർക്ക് ശരിക്കും ശമ്പളം കിട്ടും. അതിനു വേണ്ടി നടക്കണവര്. അങ്ങനെ ഒന്നും നമുക്ക് ആലോചിക്കാൻ തന്നെ ആലോചിക്കാൻ പാടില്ലെന്ന് എനിക്ക് തോന്നുന്നല്ലേ. അത് ശരിയാത്. നമ്മുടെ രീതി അതല്ല. നമ്മുടെ വിദ്യാഭ്യാസം അതാണ്. നമ്മൾ മനുഷ്യരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതിന് എന്തെല്ലാം വഴികളുണ്ട്. ചർച്ചായോഗങ്ങൾ നടത്തുക, ഈ അച്ചടി പ്രയോഗങ്ങൾ നടത്തുക, ഇങ്ങനെ ടി വി ഉണ്ട് എല്ലാ. ഞാൻ നാളെ ഇയാളുടെ ഒരു സ്ഥലം ഇവിടെ കേൾക്കുന്നവരുണ്ട്. അത് ഞാനൊരു സൂത്രം പറഞ്ഞു കൊടുത്തു. ഒരു തമാശ എന്നാണ് എനിക്ക്. നമുക്കൊരു 8 ദിവസം ഒരു യജ്ഞം നടത്തുക അവിടെ. ഈ കേൾക്കുന്നവരാണ്. സ്ഥലം കണ്ടിട്ടുണ്ടോ സാറ്? കണിമംഗലത്ത് റോഡ് സൈഡ് 5 സെന്റ് സ്ഥലമുണ്ട്. അപ്പോൾ ഒരു മറ്റേ വീട്ടി സ്മാരകം. അറിയാം. അവിടെ ആ സ്ഥലം അത് നാരായണനൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ പറഞ്ഞത്, 4 കൊല്ലം മുമ്പ്. അവിടെ അത് ഒരു യജ്ഞം, ബോധവൽക്കരണ മഹായജ്ഞം 8 ദിവസത്തെ. എന്നിട്ട് ഈ ദൈവം വിശേഷിച്ച് ഓരോന്നിന് 1-ാം ദിവസം ദൈവം അതിനെപ്പറ്റി പ്രസംഗിക്കുക. എല്ലാവരും കാലത്തൊട്ട് വൈകുന്നേരം വരെ പ്രസംഗിച്ച് അവസാനം ദൈവം എന്നുള്ളത് തീരുക. 2-ാം ദിവസം പിശാചിനെ പറ്റി ചർച്ച ചെയ്ത് അങ്ങനെ 8-ാം ദിവസം അതിനിടയ്ക്ക് കെട്ടിടം പണിക്ക് സഹായിക്കാൻ വേണ്ടി ബോർഡും എൻ്റെ ബോധവൽക്കരണമായ സംഭാവന. അത് കഴിഞ്ഞ് 8-ാം ദിവസം അവസാനത്തതും കഴിഞ്ഞ് തീരുടെ. എന്നിട്ട് എൻ്റെ കാശും കിട്ടിങ്ങ ഇത് പൊളിച്ചു കിടന്നിട്ട് അവിടെ വേറെ കെട്ടിടം പണിയാണ്. അയ്യപ്പൻ അങ്ങനെ ജാതി നശീകരണത്തിന് വേണ്ടിയിട്ട് ജാതിക്കോലം ഉണ്ടാക്കി ജാതി നശീകരണം. അപ്പം ഇങ്ങനെ ഞാനൊരു ബോധവൽക്കരണ മഹായജ്ഞം ആരും കേൾക്കാൻ്റെ, ഒരാളും ശ്രദ്ധിക്കാൻ്റെ എന്താണ് ഞാൻ പറയും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെപ്പടി വിദ്യകളിൽ ആളുകളെ ആകർഷിക്കാൻ നടത്തണം. ഞാൻ പറഞ്ഞ ഇതിനാണ് ഞാൻ വലിയ വലിയ ആൾക്കാരെ വിളിക്കാം നമുക്ക് ദൈവത്തെ പറ്റിയുള്ള ചർച്ചയിലൊക്കെ. എന്നിട്ട് അവരെ പറയട്ടെ, നമുക്കെന്തിനാ പേടിക്കണേ? നമ്മൾ അല്ല, ഇത് വലിയ വിശ്വാസം കൂടി വരുന്ന കാര്യത്തിൽ വലിയ സങ്കടമുണ്ട്. ഈ പാവങ്ങൾ എന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നു? ഇതായാലും നമുക്ക് ഒരു യാചകനെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നു. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. അതായത് ഇത്രയും കാലത്തെ ഒരു പ്രവർത്തനത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കേരള സമൂഹത്തിൽ യുക്തിചിന്തക്കും സ്വതന്ത്ര ചിന്തക്കൊക്കെ സ്വാധീനം ഇനി ചെലുത്താൻ പറ്റും എന്നുള്ളതിൽ ജോസഫിന് പ്രതീക്ഷയുണ്ടോ ഇല്ല? അതാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും ഭാവിയിൽ പ്രതീക്ഷയുണ്ട്. കാരണം അത് ഇന്നിങ്ങനെ പല വിധത്തിലും ജനങ്ങൾ ദുരിതം അനുഭവിക്കും. യുക്തിവാദം പ്രചരിച്ചിട്ടുണ്ടെങ്കിൽ യുക്തിവാദത്തെ ശാസ്ത്രീയമായ ചിന്തയും അതിനനുസരിച്ചുള്ള പ്രവർത്തനം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. തൽക്കാലം ഇപ്പം നമ്മുടെ കുറേ ഈ മാതിരിയൊക്കെ ചെയ്തു കഴിഞ്ഞാലും മനുഷ്യൻ ചിന്തിക്കാണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങേറ്റം വരുമ്പോൾ പഴയ കാലത്തെ വെച്ച് നോക്കുമ്പോൾ കുറേ ഭേദമായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് 962 അഖില കേരള യുക്തിവാദ സംഘം ഒഴിച്ചു കൂട്ടിയപ്പോൾ 79 പേരെ കണ്ടത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഇതിൽ തന്നെ 79 പേരുണ്ട്. അപ്പോൾ ആ നിലയിൽ അങ്ങനെ നോക്കുമ്പോൾ മോശമല്ല. പക്ഷെ സാമാന്യ ജനങ്ങളെ ഒരു അന്ധവിശ്വാസവും തട്ടിച്ചു നോക്കുമ്പോൾ അതിനൊരു മാറ്റം പറ്റില്ല. അതാണ്. അത് വരാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ എനിക്കൊരു അത്ഭുതം ഉണ്ടത്,
ഈ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്ര അധികം അഭിവൃദ്ധിപ്പെട്ടു. ഇത്ര അഭിവൃദ്ധിപ്പെട്ടിട്ടും ഈ തലച്ചോറിന് ഇതെങ്ങനെ അഭിവൃദ്ധിപ്പെട്ടു എന്നും ഇതിന് പിന്നിലുള്ള ശക്തി എന്താണെന്നും ഒരു ചിന്ത വരുന്നില്ല സാമാന്യ ജനങ്ങൾ. അവരത് കിട്ടുന്നത് വാങ്ങിക്കുക, അവരത് സുന്ദരമായിട്ട് ഉപയോഗിക്കുക, മാത്രം എൻജോയ് ചെയ്യുക. ഇതെങ്ങനെ വന്നു അല്ല, അങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു അഭിമാനം തോന്നും. ഈ പോക്കറ്റിൽ കിടക്കുന്ന സാധനം ഇത്ര നാളി അകലെ പറയുന്ന ഒരാൾ എന്താ ഇത് കഥ, ഇതൊക്കെ ആരുടെ കണ്ടുപിടുത്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഇതൊക്കെ തീവണ്ടി വലിച്ചു കൊണ്ടുപോകുന്നത് ഒക്കെ മനുഷ്യന്റെ കഴിവല്ലേ? ആ ഒരു ബോധം വരുന്നില്ലല്ലോ, അതാണ്. അപ്പം ഇത് ഈ അന്ധവിശ്വാസം നമ്മുടെ പുരോഗതിനെ കാര്യമായിട്ട് ബാധിക്കും. ഒഴിവാക്കുന്നത് ശരിയല്ല. എത്ര ചെറിയ തോതിലായാൽ പോലും ജനങ്ങൾ ഇതിൽ നിന്ന് വിട്ടു നിന്നാൽ ഇപ്പോൾ ഒരു 3 കോടി രൂപ വരെ പള്ളി കൊണ്ടു. ആ 3 കോടി രൂപയും വേസ്റ്റ് അതല്ല പ്രശ്നം. അതിന് എന്തോരം മാനസിക അടിമത്തം അവിടെ വരുന്നുണ്ട്. ഞാൻ ഭാവിയാണ്, ഞാൻ മഹാഭാവിയാണ്, അയ്യോ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ആ മനുഷ്യന് പിന്നെ എന്താ ഒരു ഗതി? അല്ല, ആലോചിച്ചൊക്കെ ഞാൻ ഇതൊക്കെ മനസ്സിനെ നാശാക്കാണ്. ഞാൻ പറഞ്ഞു ഞാൻ ശക്തനാണ്, ഞാൻ സർവശക്തനാണ്. എൻ്റെ മനഃശക്തിയും ഓർമ്മശക്തിയും ധൈര്യവും ദിവസേന കൂടി വരികയാണ്. ഇന്നലത്തേക്കാൾ ഇന്ന് എനിക്ക് വളരെയധികം ഉഷാറുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുക. ഇത് ഇപ്പം എന്താ പ്രാർത്ഥന? ഇല്ലാത്ത സാധനം ഉണ്ടെന്ന് വെച്ച് പ്രാർത്ഥിച്ച് നശിക്കുക. പിന്നെ അവന് കിട്ടുന്നൊരു സമാധാനം, ഞാൻ പ്രാർത്ഥിച്ചല്ലോ എന്നുള്ളൊരു സമാധാനം. ഈ പൈസ കൊടുക്കണവർക്ക് അങ്ങനെ തന്നെയാണ്. ഒരാൾ പോകുമ്പോൾ നേർച്ച ഇടാൻ പോയിട്ട് മടങ്ങി വന്നിട്ട് 50 റുപ്യ നേർച്ചിട്ടിട്ട് തോന്നുമ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. അവൻ്റെ മനസ്സിൻ്റെ ഒരു നയ പൈസയുടെ പ്രയോജനം ഉണ്ടാവും. ആ 50 രൂപ അവൻ്റെ പോയി മാത്രം അല്ലേ? വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ 50-60കളിലൊക്കെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഏതാണ്ട് ഇത്രത്തോളം മതവുമായി ആയിരുന്നില്ല എന്ന് തോന്നുന്നില്ലേ? കാരണം ഇപ്പം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഒരു മതാധിഷ്ഠിത പാർട്ടിയാണ്. മുമ്പ് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഒരു 50-60കളിൽ ഈ തരത്തിൽ ഇന്ന് പൊതുമണ്ഡലത്തിൽ ഉന്നയിക്കപ്പെടുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ 50-60കളിൽ എനിക്കൊന്നത് ചിന്തിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നത് പലപ്പോഴും ഹിന്ദുക്കൾ ഉള്ള ചിന്തകളെ. അപ്പൊ ആ നിലക്ക് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ഒക്കെ പ്രസക്തി കൂടി വരികയല്ലേ? ഇനി നമ്മുടെ രാഷ്ട്രീയത്തിനെ രക്ഷിക്കണമെങ്കിൽ ഈ മതമുക്തമായ ഒരു ഇല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇടപെടലിലേക്കല്ലേ? അതെ. ലോകത്തിലെ ഏറ്റവും അധികം ചോരപ്പുഴ ഒഴുകിയിട്ടുള്ളത് മതത്തിന്റെ പേരിലല്ലേ? ഇവര് വർഗീയെന്ന് വെറുതെ പറയാ. മതാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ മതി, അന്ധവിശ്വാസം അത് മിണ്ടില്ല. വർഗീയം അപ്പൊ ഒഴിഞ്ഞു മാറിയില്ലേ? എന്താ ഈ വർഗീയം? മതത്തിന് വ്യത്യസ്തമായിട്ട് വേറൊരു വർഗീയതയില്ലല്ലോ. ബേസിക് അതന്നെ. പക്ഷെ അത് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ ഈ RSSനൊക്കെ 3000 ചിഹ്നം ജാതിയുണ്ട് ഹിന്ദു മതത്തിനെ എങ്ങനെ യോജിപ്പിക്കാൻ പറ്റും? എന്താണ് എൻ്റെ ഒരു പ്രചോദനം? എനിക്ക് തോന്നണേ ഈ ക്രിസ്ത്യാനികൾക്ക് പൊതുവെ സാമ്പത്തികമായിട്ട് വളരെ വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് മുസ്ലിംസിനും ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഇത് രണ്ടും കണ്ട് അസൂയ മൂത്തിട്ട് ഹിന്ദുക്കൾക്ക് അവരുടെ അസൂയ തോന്നാം. അങ്ങനെ ഇപ്പോൾ ഈ സ്വാഭാവികമായിട്ടിപ്പോൾ തൃശ്ശൂരൊക്കെ വസ്തുവകളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് 2 ആശുപത്രി ഉണ്ട്, ഭീമന്മാർ ആശുപത്രി. പിന്നെ അവരുടെ പള്ളികൾ വില കാണാൻ എത്ര ഉണ്ട്? പക്ഷെ ഇതൊക്കെ ഈ RSS ഉണ്ടാവുന്നത് 90 കൊല്ലമല്ലേ? അതിന് മുമ്പേ 90 കൊല്ലം മുമ്പേ എത്ര വർഷം അല്ലേ? 90 തോന്നുന്നല്ലേ? അല്ല അതാണ്. പക്ഷെ ആ അസൂയാണെന്ന് എനിക്ക് തോന്നുന്നു അധികം ഇവർക്ക്. പിന്നെ RSSന് മെച്ചമുണ്ട് കേട്ടോ. ഇവരുടെ ഈ കഷ്ടപ്പാടില്ല. അതെ, അതിന് പകരം ട്രെൻഡെടുക്കണം അങ്ങനെയൊക്കെ ചിലതുണ്ട്. വേറെ ഹിന്ദു ആവുന്നത് എളുപ്പട്ടോ എൻ്റെ നോട്ടത്തിൽ. കാരണം നമുക്ക് മതപരമായി ഒന്നും
പന്തയും പ്രാർത്ഥന എത്തിക്കേണ്ട, കുമ്പസാരിക്കേണ്ട, കുർബാന കൈക്കൊള്ളേണ്ട, ആ വക യാതൊരു പ്രശ്നമായിട്ടല്ല. അത് മാറി വരുന്നുണ്ട് ഇപ്പം. അതിങ്ങനെ മാറി വരുന്നുണ്ടെന്ന് പറയാം. ഓരോ ചെറിയ ഇപ്പം എൻ്റെ ഒരു അനുഭവം അടുത്തുണ്ടായി. ഒരു NSS ആണ്, നമ്മൾ അറിയുന്ന ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയാണ്. അവരുടെ കുട്ടിക്ക് കോളേജ് അഡ്മിഷൻ വേണം. അപ്പോൾ അത് മാനേജ്മെൻറ്റ് കോട്ടയിൽ അവരെ ഈ ജാതി പ്രകാരം പോയിട്ട് ഈ സമുദായ സംഘടന എടുത്ത് പോയപ്പോൾ ഈ കുട്ടി അവർ നടത്തുന്ന കുറേ രാമായണ പരിപാടികളൊക്കെ ഉണ്ട്, അതിൽ പങ്കെടുത്തില്ല. അതിൽ പങ്കെടുത്തില്ല. അതിൽ പ്രശ്നം അത് തരാൻ പറ്റില്ല. നിങ്ങൾ ആ രേഖ നോക്കുമ്പോൾ നിങ്ങളതിൽ പങ്കെടുത്തിട്ടാണ് ആ രീതിയിൽ കൊണ്ടുവരാൻ ശ്രമം ഉണ്ടെന്ന് പറയാം. അത് കൂടുതൽ ഓരോ ആളും കർശനമായിക്കൊണ്ടിരിക്കുകയാണ് ആ നിലയ്ക്ക്. അതെ, പകരാണ് രോഗം. ഓരോ ജാതിക്കാരായിട്ട് തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യൻ പള്ളികൾ നേരത്തെ ഉണ്ട്. കല്യാണത്തിന് മുമ്പ് വേണമെങ്കിൽ ഇത്രയും അറ്റൻഡൻസ്. ഡോക്ടർ കണ്ടു അന്ന് വന്നിരുന്നു ജോസഫ്. ഇതൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതല്ലേ? ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇച്ചിയേറ്റൻ്റെ എല്ലാ ലക്കങ്ങളും ജോസഫിന് എടുത്ത് വെച്ചിട്ടുണ്ടോ? ഫയൽ ചെയ്തിട്ടുണ്ട്. എല്ലാ ലക്കങ്ങളും ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ? അതിന്റെ പടം തരാം ഞാൻ. അതായിട്ട് നിൽക്കണ പടം അത് തരാം. മറ്റുള്ള മാസികകളോ യുക്തിവാദി മാസിക ശേഖരിച്ചിട്ടുണ്ടോ? ഇല്ല, യുക്തിവാദി കുറച്ചുണ്ടാവും. ശരി. യുക്തിവാദി മാസിക സഹോദരൻ നിർത്തിയ ശേഷം അല്ലേ ഉണ്ണിക്കാക്കനാണ് എടുക്കുന്നത്? അങ്ങനെ എം സി ജോസഫ് നിർത്തിയിട്ട് ഉണ്ണിക്കാക്കനാണ് കൊടുത്തത്. അയ്യുമ്പ് ഈ യുക്തിവാദ പ്രചരണ വേദി ഇവിടെ രൂപീകരിച്ചിരുന്നത്. അന്ന് എന്തുകൊണ്ടാണ് യോസേട്ടൻ ഏറ്റെടുക്കായിരുന്നത്? അത് ഞാൻ പറയും മുമ്പ് തന്നെ ഉണ്ണിക്കാക്കിനോട് വാക്ക് കൊടുത്തുന്നത്. അങ്ങനെ എം സിയെ കണ്ട് എം സി ശരി എന്ന് പറഞ്ഞിട്ട് വാക്ക് കൊടുത്തതിന് ശേഷം ഞാൻ അതറിഞ്ഞു. അപ്പോൾ ഇത് കുറച്ച് നേരത്തെ ഞാൻ അറിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഉണ്ണി വന്നപ്പോൾ പറഞ്ഞു ജോസിന് കൊടുക്കേണ്ടത് നല്ലത്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം ഏറ്റുപോയി. ഇത് അവന് വലിയൊരു നഷ്ടബോധം മാതിരി. എന്നാൽ ശരി നിനക്ക് എന്നെ തരാമെന്നാണ് എം സി അത് എന്നോട് പറയുകയും ചെയ്തു. എത്ര വർഷം അങ്ങനെ നടന്നു? 5-6 കൊല്ലം കണ്ട് നടക്കുന്നില്ലേ. അപ്പോൾ ഞാൻ എന്നിട്ട് എന്നെ കണ്ടപ്പോൾ എം സി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ജോസിനെ ഞാൻ എന്താ യുക്തിവാദി ഏൽപ്പിക്കാത്തതെന്ന് അറിയാം. ഇന്ത്യ ജോസ് കാശ് കളയും. ഉണ്ണി കാക്കണാണ് കാശ് കളയില്ല. കാരണം കാശ് കിട്ടേണ്ടി വന്നാൽ നിർത്തും. ഞാൻ നഷ്ടം സഹിച്ച് നിർത്തും. അതുകൊണ്ടാണ് ഞാൻ അത് ന്യായമൊന്നുമല്ല. അത് കഴിഞ്ഞ അവസാനം അതുള്ളപ്പോൾ തന്നെ ഞാൻ തുടങ്ങി. അത് തുടങ്ങാൻ കാരണം 1-2 കാര്യങ്ങളായി വ്യത്യാസമായി. ഞാൻ 50 എണ്ണം യുക്തിവാദി മേടിച്ചിട്ട് തൃശ്ശൂർ വിൽപ്പന നടത്തിയിരുന്നതാണ്. എന്നിട്ട് അവനായിട്ട് വന്ന 1-2 കാര്യത്തിൽ അവൻ തർക്കിച്ച് അങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞു. അഭിപ്രായങ്ങളിലെ വ്യത്യാസം. കുഞ്ഞപ്പ മാഷ് ഒരു എം സിനെ യുക്തിവാദികളുടെ ആചാര്യൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണിക്കാക്കനാണ് പറഞ്ഞു ആചാര്യൻ എന്നുള്ളത് മതക്കാരുടെ പേരാണ്, യുക്തിവാദികൾക്ക് പറയാൻ പാടില്ല. അപ്പോൾ കുഞ്ഞപ്പ മാഷ് പറഞ്ഞു ദ്രോണാചാര്യര് മറ്റേ ആചാര്യൻ എന്ന് വെച്ചാൽ ശ്രേഷ്ഠൻ അർത്ഥമുണ്ട്. ഇവൻ എന്ത് ഭ്രാന്താണെന്ന് അത് വിട്ടില്ല അവർ. അങ്ങനെ പലതും ഞാനും 1-2 ലേഖനം അയച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അഭിപ്രായ വ്യത്യാസമായി. അപ്പോൾ അങ്ങനെ അതുവരെ എം സി ഉണ്ടായിരുന്ന കാലത്ത് അങ്ങനെ ഇല്ല. നമ്മൾ എന്ത് എഴുതിയാലും എം സി നോക്കി. എം സി നിറഞ്ഞ അറിവുള്ള മനുഷ്യനാണ്. എം സിയുടെ അറിവൊക്കെ ഞാൻ അതെന്നാണ് പറഞ്ഞു. എം സി ഇത് എഴുതിയ ഈ സൂക്തങ്ങൾ മാതിരി എഴുതിൻ്റെ 1000-ഓളം സൂക്തങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അവരുടെ മകൻ തന്നെ എഴുതി. ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് 1000-ഓളം. അത് മനോഹരമായ സാധനം തന്നെ. അതൊന്ന് ഒരു ടേപ്പിൽ പിടിച്ചിട്ട് CD ഉണ്ടാക്കിയിട്ട് ഞാൻ കൊടുക്കണമെന്ന് ആലോചിക്കുക. പെണ്ണുങ്ങളുടെ ശബ്ദത്തിൽ നല്ല ഒരു സാധനം ഉണ്ട് ഇവിടെ. അതൊക്കെ എവിടെയെങ്കിലും വയ്ക്കാം. പദ്യത്തില അല്ല ഗദ്യത്തിലാണ്. അത് ഒരു ഈണത്തോട് കൂടിയിട്ട് നമുക്ക് ചെല്ലാം. ഞാൻ ചെല്ലി കേൾപ്പിച്ചിരുന്നത് അവിടെ ഉണ്ട്. ഞാൻ ഡോക്ടറെ കേൾപ്പിച്ചു തരാം.
കാരണം അത് സ്ത്രീകളുടെ ശബ്ദം നന്നാവും. അങ്ങനെ ഒരു CD ഉണ്ടാക്കിയിട്ട് ഒരുപാടുണ്ട് നമ്മുടെ ഈ കച്ചറ അന്ധവിശ്വാസങ്ങൾ മുഴുവൻ പറയേണ്ടത്. അപ്പോൾ ഒരാളുടെ പുസ്തകമൊക്കെ വായിച്ചാൽ ഇത്തരം സൂക്ഷ്മങ്ങൾ കിട്ടണമെങ്കിൽ ആ ആള് പ്രത്യേക തരത്തിൽ വിദ്യാഭ്യാസമുള്ള ആളായിരിക്കണം. ഇപ്പോൾ വീട്ടിലെ കുറേ കിട്ടും, കുറ്റിപ്പുഴയുടെ ധാരാളം കിട്ടും, MC-യുടെ കിട്ടും, വേറെ ആരുടെ. അപ്പോൾ അവൻ്റെ ഒക്കെ ഉണ്ടാകണം. ഞാൻ ഈ ചിന്താ വിഷയം കൊടുത്തിരുന്നൊരു മാസികയിൽ. അപ്പം ഇതിനു വേണ്ടി അന്വേഷിക്കും. അപ്പോൾ അവരുടെയൊക്കെ ചിന്താ വിഷയം എന്ന് പറഞ്ഞ സാധനൻ്റെ അത് ഒരു പ്രത്യേക സിദ്ധിയാണ്. ഇങ്ങനെ ഇപ്പോൾ പുൾ ഔട്ട് കോട്ടായിട്ട് എടുത്ത് കൊടുക്കാൻ ആ കുറ്റിപ്പുഴയിലുണ്ട്, ഒരുപാടുണ്ട്. ഇതൊക്കെ എത്ര മനോഹരം. ഈ സൂക്തങ്ങൾ എന്നുള്ളത് ജോസേട്ടൻ ശേഖരിച്ചതാണ് വിവിധ കൃതികളിനായിട്ട് അല്ലേ? അല്ല, MC-യുടെ അവരുടെ മകൻ തന്നെ എഴുതിണ്ടാക്കിയത്. ഓ, അവിടെ കേശവൈദ്യരുടെ ലൈബ്രറിയിൽ MC-യുടെ എല്ലാം ബൈൻഡ് ചെയ്തിട്ടുണ്ട്. ഓ, യുക്തിവാദി. ശരി. അതിൽ ഒരു കാരണത്തിൽ മകൻ മരിച്ചിട്ടില്ല, ചെറിയാൻ സാറ്. അവിടെ ചെന്ന് ഇരുന്ന് തപ്പി തപ്പി എഴുതിണ്ടാക്കിയതാണ്. 100ഓളം സാധനമുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് പ്രചരിപ്പിക്കാൻ കഴിയാത്തതാണ്. ഞാൻ പറഞ്ഞ ക്ഷീരത്തോട് കൂടിയിട്ട് അത് ശബ്ദിക്കണില്ല. താനൊന്നും എടുത്തോണ്ടിരാം, മുഴുവൻ കൊണ്ടുവരാം. ജോസേട്ടൻ, അത് ജോസേട്ടന് ഇപ്പോൾ 8 അന്ധവിശ്വാസങ്ങൾ സാധാരണ പറയുന്നതാണ്, ജോസേട്ടൻ പറയുന്നതാണല്ലോ. അതെ അതെ. ഇപ്പോൾ അതിന് പുറമെ കുറേ മതേതര അന്ധവിശ്വാസങ്ങളുണ്ട്. എൻ്റെ ഒരു തോന്നൽ അങ്ങനെയാണ്. അതിപ്പം ഒരുപാട് മതേതര അന്ധവിശ്വാസങ്ങൾ. ഇപ്പോൾ ചില വൈദ്യ സമ്പ്രദായങ്ങൾ, പ്രകൃതി ചികിത്സ, പ്രകൃതി കൃഷി, യോഗ ചികിത്സ, ഹോമിയോപ്പതി, ചികിത്സാ രംഗത്തെ മാത്രമേ പറയണേ. ഇതുപോലുള്ള ഒരുപാട് മതേതര അന്ധവിശ്വാസങ്ങൾ, അങ്ങനെ ഒരു സംഗതിയും കൂടി വന്നിട്ടുണ്ട്. അത് ദിവസം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് വലിയ ഒരു രീതിയിൽ സമൂഹത്തിൽ അത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇപ്പോൾ യോഗ വലിയൊരു സംഭവമാണല്ലോ. അതുപോലെ തന്നെ ഗവൺമെൻറ് ഫണ്ട് ചിലവാക്കിയിട്ടാണ് ശുദ്ധമായ അസംബന്ധമായ ഹോമിയോപ്പതി എന്ന് പറഞ്ഞ സംഗതി നടക്കുന്നത്. പ്രകൃതി ചികിത്സക്കാർക്ക് പ്രത്യേക മാസികകളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം കേരളം മുഴുവൻ ജൈവകൃഷി നടത്താൻ പോവുകയാണ്. ഈ രാസകൃഷി മുഴുവൻ അപകടമാണ്, മുഴുവൻ ജൈവകൃഷി വരാൻ പോവുകയാണ്. ഈ രീതിയിൽ മതേതരം നമ്മളിപ്പോൾ 8 എണ്ണം പറയുമ്പോൾ ഈ നമ്മുടെ യുക്തിവാദികൾ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കുന്നത്. വെച്ചാൽ ഇതിലുള്ള മതേതര അന്ധവിശ്വാസങ്ങളെയും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ലേ എന്ന് ഒരു ചോദ്യം. അതെന്ത് ജോസഫിന് തോന്നുന്നു? കാരണം ഇത് നമ്മുടെ ചിന്താരീതിയുടെ ഒരു പ്രശ്നമാണല്ലോ. ഇപ്പം MC ആയാലും അയ്യപ്പനായാലും ഒക്കെ പറയുന്നത് ശാസ്ത്രീയമായൊരു ചിന്താരീതി ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ലേ? നമ്മുടെ മണ്ഡലത്തിൽ വരുന്നതല്ലേ അതും കൂടി? അത് ഈ ചികിത്സാ സമ്പ്രദായത്തെ പറ്റി പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട സംഗതി ഇപ്പോഴത്തെ ഈ അലോപ്പതി ചികിത്സ തന്നെയാണ് ശരിക്കുള്ള ചികിത്സ. പക്ഷെ മറ്റുള്ള ചികിത്സകൾ ചിലത് ഗുണം ചെയ്യുന്നുണ്ട് എന്ന് പറയണം. പിന്നെ അത് ഇതില്ലാണ്ട് വരുമ്പോൾ സൂക്കേട് വന്നിട്ടുള്ള പ്രശ്നമല്ലേ, നിവൃത്തില്ലാണ്ട് വരുമ്പോൾ ഇപ്പോഴത്തെ ശരിയായിട്ടുള്ള ചികിത്സയ്ക്ക് പോവുകയും ചെയ്യും അവർ. ഇപ്പം നമ്മളീ പറയുന്ന അന്ധവിശ്വാസം അതല്ല സ്ഥിതി. ആ കൂട്ടത്തിൽ ഇത് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. അശാസ്ത്രീയമായ ചികിത്സാ സമ്പ്രദായമാണത്. അത് സ്വാഭാവികമായും ആളുകളുടെ അനുഭവം കൊണ്ട് തന്നെ അത് മാറിപ്പോവും. അതായത് തെറ്റാണെന്ന് ബോധ്യപ്പെടും. പിന്നെ ചില സംഗതികൾ ഇങ്ങനെ കാണുന്നുണ്ട്. അത് ഈ ചികിത്സിക്കുന്ന ചില ഇതിനെപ്പറ്റി ചില അനുഭവങ്ങളുണ്ട്. അതെല്ലാം അല്ല. ഈ ഹോമിയോപ്പതിയൊക്കെ ചിലർ പറഞ്ഞിട്ടാൽ അത് ലോകത്തിലുള്ള എല്ലാ ചികിത്സയും കഴിഞ്ഞിട്ട് മാനസികമായിരിക്കും. ഹോമിയോപ്പതി ഒരു ഗുണമില്ലാത്ത സാധനം കഴിച്ചിട്ട് മാറിയെന്ന് പറയാണ്ട് മാനസിക മാറ്റമാണ്. അല്ല, അങ്ങനെ ഗുണമില്ലാത്ത അത് പിന്നെ ആയുർവേദത്തിൽ ചില ഔഷധങ്ങൾ കാര്യമായിട്ടുള്ള ഔഷധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് പരീക്ഷണം നടത്തേണ്ട കാര്യമാണ്. ഈ കുറ്റിപ്പുഴ ചന്ദ്രൻ സാറ് നമ്മുടെ വീടിൻ്റെ താമസിക്കുന്നത് കാൽമ പഴുപ്പ് വന്നു ഭയങ്കരമായിട്ട് പ്രമേഹം. മാക്സിമം നോക്കിയിട്ടും ഇൻസുലിൻ 3-4 നേരത്തെ കുറയുന്നുണ്ട്. എനിക്ക് എന്നോട് ഒരാൾ പറഞ്ഞു ഈ കൂളത്തിൻ്റെ ഇല മിക്സിയിലടിച്ച് കൊടുക്കാൻ പറഞ്ഞു. 2-3 ദിവസം കാലത്ത് 2-3 നേരം കുറേശ്ശെ കൂളത്തിൻ്റെ ഇല മിക്സ് ചെയ്ത് മറ്റു ചികിത്സയ്ക്ക് പുറമെ കിട്ടുന്നതിന് അത് കുറഞ്ഞതാണ്. അവിടെ വർക്കി ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട്.
വർക്കിങ്ങനെ ഈ റിസൾട്ട് കണ്ടിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ ഇപ്പോൾ ചെയ്താൻ? അത് കാല് മുറിക്കാനൊക്കെ ഏർപ്പാട് ചെയ്താണ് ഈ കുഴപ്പമില്ല. അപ്പോൾ എന്താ ഇപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ വർക്കോട് പറഞ്ഞു ഇങ്ങനെ കൂടത്തിൻ്റെ എൻ്റെ ഓ ജോസിൻ്റെ ചികിത്സീനല്ലേ എന്ന് പറയാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞില്ല, ചെയ്യുമെന്ന് പറഞ്ഞില്ല. ഒരു പക്ഷേ മുമ്പ് ഇൻഷുറൻസ് കൊടുത്തതിൻ്റെ ബലമായിരിക്കാം. അല്ല അങ്ങനെ ആയുർവേദം പിന്നെ ഈ നെയ്യും പാലൊക്കെ കഴിച്ച ശരീരം നന്നാവുന്ന കുറേ ചികിത്സയ്ക്ക് ശരിക്ക് മന്ത്രവാദത്തിലും അങ്ങനെ കാണാറില്ല. മന്ത്രവാദം ചെയ്ത് കഴിഞ്ഞാൽ വലിയ വ്യത്യാസം വളരെയധികം ആൾക്കാർക്ക്. പിന്നെ ഒരു മാനസിക പെൺകുട്ടി കല്യാണം കഴിഞ്ഞ ഉടനെ അവൻ്റെ പെരുമാറ്റം മോശമായിട്ടാണെന്ന് തന്നെ അതിനാകെ വിപ്രസന്നിയായി. അവസാനം മന്ത്രവാദി വിളിച്ചിട്ട് നോക്കിയപ്പോൾ അയാൾ പ്രശ്നമൊക്കെ വെച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടി അടുപ്പ് കത്തിച്ചപ്പോൾ ഒരു പല്ലി അതിൽ പെട്ടു എന്ന് പറഞ്ഞു. ആ അടുപ്പ് കാണാണ്ടാണ് ഈ കുട്ടി പെട്ടത്. അത് പെൺകുട്ടി അടുപ്പ് കത്തിച്ചപ്പോൾ പല്ലി അതിൽ പെട്ടു, കത്തി. അതിൻ്റെ ശാപമാണ്. അതുകൊണ്ടൊരു വെള്ളി കൊണ്ടൊരു പല്ലി ഉണ്ടാക്കിയിട്ട് ഗുരുവായൂർ കൊണ്ടുപോയിട്ട് ഭർത്താവ് അത് കൊടുത്തു. അതിൻ്റെ അസുഖം മാറി. പിന്നെ അതിനൊരു അസുഖം ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ല മാനസികമായിട്ട് വളരെ ഇതാണ് അത്. പക്ഷെ ആയുർവേദത്തിനും ചരിത്രമൊക്കെ മരുന്ന് കാണും. അലോപ്പതി തന്നെ പോക്ക അത് മാനസികം തന്നെയാണ് അധികം മാറുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് അത് ചികിത്സാ സമ്പ്രദായം, നമ്മുടെ ഭക്ഷണക്രമം, ഇങ്ങനെ എന്തെല്ലാം വ്യായാമക്രമം, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ശാസ്ത്രീയമായ രീതിയിൽ ശരിയെന്ന് തോന്നുന്നത് ഇപ്പോൾ അതിൽ സ്വീകരിക്കാം. പക്ഷെ മറ്റത് ഞാൻ പറഞ്ഞ 8 കാര്യം അതല്ല. അത് ജന്മനാൽ സിദ്ധിക്കുന്നത് ഇങ്ങൊരു സ്ത്രീകളെ സ്ത്രീകളെ എങ്ങനെ ഇതിലേക്ക് സ്ത്രീകളെ ഞാൻ പറഞ്ഞില്ലേ, അവരെ കൊണ്ടുവരണമെങ്കിൽ അവർ സമാധാനപരമായ നിലയിൽ അവരോട് സംസാരിച്ച് തന്നെ പറ്റുണ്ടോ. അപ്പോൾ അതായത് ഇപ്പോൾ ഇത്രയും കാലമായിട്ട് ഞാൻ എന്തെല്ലാം എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽപ്പെട്ട എൻ്റെ ഒരു അമ്മായി ഉണ്ട്, അപ്പൻ്റെ പെങ്ങളെ മരിച്ചുപോയി. അപ്പോൾ അതിനോട് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും. ആ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ദിവസം അമ്മായി പറയണേ, ജോസ് പറഞ്ഞ ശരിയാണെന്ന് തോന്നുന്നു അല്ലേ? അവര് പറഞ്ഞേട്ടാ അവര് പറയുന്നത് ഏതാ ശരിയെന്ന് കർത്താവിനെ അറിയാന്ന് ആ സ്ത്രീ പറയാ. അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടു. അത്രയെങ്കിലും അല്ല ബോധപ്പെട്ടു, അപ്പൊ ഭേദപ്പെട്ടു. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അല്ല ഞാൻ പറയുന്നത് അത് ഏതാ ശരിയെന്നുള്ളത് കർത്താവിന്. കുറേയൊക്കെ ഈ സ്ത്രീകളായിട്ട് സംസാരിച്ചാൽ ശരിയാക്കാൻ പറ്റും. ഉപദ്രവമില്ലാത്ത രീതിയിലാക്കാൻ പറ്റും. ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണമെന്ന് വാശി പിടിച്ചാൽ എന്ത് ചെയ്യും? കൊണ്ടാക്കാണ്ട് പറ്റുമോ? ബന്ധം വേണ്ടാന്ന് വയ്ക്കാൻ പറ്റുമോ? വലിയൊരു വക്കീലുണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. അയാൾ 100% യുക്തിവാദിയാണ്, ഭാര്യ വിശ്വാസിയാണ്. ഈ ഭാര്യനെ വടക്കാൻ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി തൊഴിച്ചിട്ട് കൊണ്ടുവരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ സാമൂഹ്യ ബന്ധത്തിൽ നിന്ന് ഇടപഴകിയിട്ട് വേണം. ഞാൻ പറഞ്ഞ ആ കൂട്ടായ്മയിൽ വരുമ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ച് അല്ലാതെ ആണുങ്ങളെടുത്ത് കണക്കായിരിക്കില്ലേ യോസേട്ടാ? നമ്മളിപ്പം 100 ആണുങ്ങൾ നോക്കുകയാണെങ്കിൽ 90 ആണുങ്ങളും പോക്കായിരിക്കില്ലേ പൊതുസമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ? അത് 1% പോലും ഉണ്ടാവില്ല. 1% ഉണ്ടെങ്കിൽ കേരളത്തില് 3.5 ലക്ഷം പേര് വേണ്ട. 3.5 ലക്ഷം പേര് വേണം. 3.5 ലക്ഷം പേര് വേണം 1% ആണെങ്കിൽ. യുക്തിവാദികൾ ഉണ്ടാ? ഇല്ല. 3.5 ലക്ഷം പേരുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 35,000 ഉണ്ടാവില്ല. ഞാൻ പിന്നെയും പറയണു, സത്യമായും ഈ ശക്തികളൊന്നുമില്ല. ഇത് എന്ത് ചെയ്യും ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ? ഹരീഷ് നേരത്തെ ഉന്നയിച്ച വേറൊരു വിഷയം ഇതായിരുന്നു. അതായത് ഒരു സംഘടന സാങ്കല്പികമായി ജോസേട്ടൻ ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ എന്തായിരിക്കും നിർദ്ദേശം? ഇപ്പോൾ യുക്തിവാദി സംഘടന ഉണ്ടല്ലോ, നമ്മൾ അതിനെ പരിഷ്കരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇപ്പൊ 2-3 ഭാരതീയ യുക്തിവാദ സംഘം ഉണ്ട്, ഇന്ത്യ യുക്തിവാദ സംഘം ഉണ്ട്, ഇനിയിപ്പോ ഒരു സ്വതന്ത്ര യുക്തിവാദ സംഘം ഉണ്ട്. അങ്ങനെ സംഘടന ഉണ്ടാക്കിയിട്ട് കാര്യം ചെയ്യാൻ എൻ്റെ അഭിപ്രായം. ശരി, നിലവിലുള്ള സംഘടന മാറ്റാൻ ശ്രമിക്കാന്നുള്ളതല്ലാണ്ട് നമ്മുടെ വക ഒരു ഏതായാലും ഞാനില്ല. എനിക്ക് അല്ല സാങ്കല്പികമായി പറയാണ്, സാങ്കല്പികമായി ആവുകയാണെങ്കിൽ ആർട്ടിന് ഒരു കുഴപ്പമുണ്ട്. 3 ബ്ലോക്ക് ഉണ്ട്.
മരുന്ന് കഴിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവെടുക്കണം. അപ്പോൾ ഏതായാലും നമ്മൾ ഏഡ് ചെയ്യുന്നതാറായി കുറ്റിപ്പുഴയുടെ പിന്നെ കൂട്ടത്തിൽ പറഞ്ഞെന്ന് മാത്രം. പക്ഷെ ഈ നമ്മളെന്തെങ്കിലും ചെയ്യണം. ഇപ്പോൾ സംഘം, ഇപ്പോൾ പഠന കേന്ദ്ര അങ്ങനെയുണ്ട്, മതി എന്തെങ്കിലും ആവട്ടെ, അത്രയും ചലനല്ലേ. പിന്നെ പക്ഷെ കുറെ സംഘടന ഉണ്ടാവുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഏതായാലും വിദ്യാഭ്യാസ കുറെ വിദ്യാഭ്യാസ പ്രവർത്തനം നടക്കട്ടെ, അങ്ങനെ ചർച്ചകളും ഒക്കെ നടക്കട്ടെ. അതെ, തമ്മിൽ മത്സരമില്ലാതിരുന്ന പോരെ. അതെ, അനാവശ്യമായ അതെ. അതിനെന്താ, ഞാൻ എല്ലാവരും ഇതിനും പോകും, ശ്രീനീര അതിനും പോകും, ആര് വിളിച്ചാലും ഞാൻ പോകും. എനിക്ക് ആരോടൊരു പകയില്ല. പക്ഷെ പറയുന്നത് ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് പറയും. ഇതാണ് യോസേട്ടൻ പറഞ്ഞ ബുക്ക്. അതെ, ഞാൻ രാജ്യത്ത് പറഞ്ഞാൽ എന്തു മനോഹരമായ സാധനം. ഏതെങ്കിലും നോക്കൂ, ലോകത്തിലുള്ള സ്വർണത്തിൻ്റെ ആകത്തുകയുടെ ബഹുഭൂരിഭാഗവും പ്രയോജനശൂന്യമായ ആഭരണങ്ങളാക്കി വ്യക്തികളും ദേവാലയങ്ങളും കയ്യൊതുക്കി വച്ചിരിക്കുന്നു. ശബ്ദം പോയി. നേരത്തെ ഞാനത് സംഗീതത്തോടുകൂടി പാടിയതാണ്. അതോ സംഗീതാത്മകമായി പാടി, അത് പോയി. ജാതിപരവും ജ്യോത്സ്യപരവുമായ അന്ധവിശ്വാസം എന്ന ശാപം ഇന്ത്യയെ പൊതുവെ ഗ്രസിച്ചിരുന്നത് മൂലമാണ് ഇന്ത്യക്ക് പരാധീനതകളും ആപത്തുകളും ഉണ്ടായിട്ടുള്ളത്. ആ ശാപം ഇന്നും ഇന്ത്യയെ ഏറെക്കുറെ ഗ്രസിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. സ്ത്രീകളുടെ ശബ്ദം വേണം, സംഗീതാത്മകമായിട്ട് ഇങ്ങനെ ഡും ഒരു ഇതായിട്ട് ഇങ്ങനൊരു സീഡി ഉണ്ടാക്കാം. അത് കേൾക്കുമ്പോഴേ മനോഹരമായി എടുത്തെടുത്ത് മുതിർന്നു വരണം. അത് കേൾക്കുമ്പോൾ അവിടെ നിൽക്കും, എന്താ അത് കുറച്ചു നേരം കേൾക്കും ആരും മൈക്കരി. അങ്ങനെ ഒരു സീഡി, വേദപുസ്തക പാരായണം പോലെ ആ സംഗീതമായിട്ട് അത് എണ്ണി ഇങ്ങനെ ഉണ്ടോ. ശരീരതന്ത്രം കൊണ്ട് ഈശ്വര സാക്ഷാത്കാരം വരുമെന്ന് വിശ്വസിക്കുന്നത് ഭ്രാന്തിൻ്റെ ഒരു വകഭേദം മാത്രമാണ്. ഭ്രാന്തും മതപരമായിരുന്നാൽ അത് പരിശുദ്ധതയായും മതം സ്വീകരിച്ചുകൊള്ളും. കണ്ടോ, എല്ലാ മതങ്ങളുടെയും രക്തസാക്ഷികളും സിദ്ധന്മാരും ഏറെക്കുറെ ഭ്രാന്തന്മാർ തന്നെയായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ് താനും. നല്ല സംഗീതത്തിൽ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ഡോക്ടർ ഒരെണ്ണം കൊണ്ടുപോകുന്നത് ഇതൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. 1000 കോപ്പി അടിച്ചിട്ട് ഇതുവരെ മുഴുവൻ വിറ്റ് കഴിഞ്ഞിട്ടില്ല. 40 രൂപ വേണ്ടിയിട്ടിരിക്കുന്നത്. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരുപാട് സംഘടനകൾ ഉണ്ടാവുകയും പിളരുകയും ചെറിയ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന ദിവസത്തെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കാരണമായിട്ട് എന്തായിരിക്കാം ഇതിൻ്റെ കാരണങ്ങൾ? ഏതൊക്കെ കാരണങ്ങളുണ്ടാണ്? ആശയപരമായ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, വ്യക്തിപരമായ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഒരു പ്രധാന കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും? ഇങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നതിന് ഒരു കാരണമായിട്ട് എന്താ കൂടുതലും കണ്ടിട്ടുള്ളത്? അത് വാസ്തവത്തിൽ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട്, വ്യക്തിപരമായ താല്പര്യം. ഈ യുക്തിവാദം പ്രചരിപ്പിക്കുന്നതിന് എന്താ വ്യക്തിപരമായ താല്പര്യം ഉള്ളത്? അത് വാസ്തവത്തിൽ ചോദ്യമാണ്, അറിയിക്കുന്ന ചോദ്യമാണ്. യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം കയ്യിൽ നിന്ന് പൈസ പോവുക, ആരോ ഈ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, നിഷ്കാമകർമ്മം, യാതൊരു ഒന്നും ആഗ്രഹിക്കാണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ആവശ്യമില്ല. അത് ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ യുക്തിവാദം മനസ്ഥിതി ഉൾക്കൊള്ളാത്തത് കൊണ്ടായിരിക്കും എന്ന് പറയാം. ഒരാൾ യുക്തിവാദി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പോരാ, അയാൾ ശാസ്ത്രീയമായി എല്ലാം ഉൾക്കൊള്ളണം. എന്നാൽ മാത്രമേ അയാൾക്ക് ശരിയായിട്ടുള്ള യുക്തിവാദം മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അയാൾ കുറേ കാര്യങ്ങൾ ധരിച്ചു വെച്ചിട്ടുണ്ട്, അതിനെതിരായിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞാൽ എതിരായിട്ട് ശാസ്ത്രീയമായിട്ട് തെളിയുന്ന തരത്തിലാണെങ്കിൽ കുഴപ്പമില്ല. വ്യക്തിപരമായ ആധിപത്യത്തോട് കൂടിയിട്ട് ധിക്കാരപരമായ രീതിയിൽ സംസാരിക്കണമെങ്കിൽ വിഷമൻ്റെ അത്
അപ്പോൾ അതിൻ്റെ അർത്ഥം ശരിക്കും സൂക്ഷ്മമായിട്ട് പറഞ്ഞാൽ ഇവരാരും 100% യുക്തിവാദികളല്ലാതെ പറയേണ്ടി വരും. ഈ വ്യക്തി താല്പര്യം കൂടുതൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഒരു യുക്തിവാദിൻ്റെ ഒരാശയം, ആ ആശയം ശാസ്ത്രീയമായ വീക്ഷണമാണ്. അതിപ്പോൾ ഒന്ന് തെറ്റായാലും ശരിയായാലും അത് പ്രശ്നമില്ല. പക്ഷെ ഇതിൽ പലരും അതാണ് ഈ വേറെ വേറെ സംഘമായിട്ട് നോക്കുന്ന പലർക്കും ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ, പ്രത്യേക രാഷ്ട്രീയ താല്പര്യമുണ്ട്. അത് കാണാനുണ്ട്. ചില ആളുകൾക്ക് ഈ യുക്തിവാദ സംഘത്തിനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വാലാക്കാൻ ശ്രമം, അങ്ങനെയുള്ള ശ്രമമുണ്ട്. അതിന് പിന്നാലും കുറേ ആളുകൾ പെട്ടുപോയി എന്ന് വരാം. പക്ഷെ ശരിയായിട്ടുള്ള സംഗതി രാഷ്ട്രീയവും ഈ സാംസ്കാരിക രംഗത്തെ യുക്തിവാദ പ്രവർത്തനം അത് വേറെയായി നിലനിർത്തണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അതിനുവേണ്ടി ശ്രമിക്കണം. വാസ്തവത്തിൽ അതേ പറയാൻ പറ്റുമോ? അല്ലെ, ശരിയായിട്ടുള്ളൊരു യുക്തിവാദി എന്ന് പറയുമ്പോൾ അവന് മറ്റുള്ള താല്പര്യം ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അവൻ എന്തിനാ ഈ ആദ്യകാലത്ത് ഞാനൊക്കെ പ്രവർത്തിച്ചിരുന്ന കാലത്ത് യുക്തിവാദ സംഘത്തിൽ ആൾക്കാരെ ആക്കാൻ, സെക്രട്ടറി ആക്കാൻ നിർബന്ധിക്കണം. അതായത് ഞാനില്ല എന്ന് പറയും. അതിൻ്റെ ഉത്തരവാദിത്തം മനസ്സിലാക്കി, അതിൽ നിന്നുള്ള നേട്ടവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ പിന്നെ കുറച്ചൊക്കെ മെച്ചപ്പെട്ട് വന്നപ്പോൾ ചില രീതിയിൽ ചിലർക്ക് കുറേശ്ശെ മാസികയുടെ കാര്യത്തിനൊക്കെ കുറേശ്ശെ നടത്തിപ്പോയവർക്ക് ലാഭമുണ്ടെന്ന് തോന്നണം. എനിക്കറിഞ്ഞൂടാ, അത് മുഴുവൻ കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ചിലവർക്ക് നമ്മളേതായാലും നഷ്ടത്തിൽപ്പെട്ട ആളാണ്. അതെ, ഇതിന് യാതൊരു മായത്തിൻ്റെ ആവശ്യമില്ല യുക്തിവാദത്തിൻ്റെ പേരിൽ. പിന്നെ സ്വഭാവ പ്രത്യേകതകൾ ഈ പറഞ്ഞില്ലേ, നുണ പറയുക, അസത്യം പറയുക എന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഈ മറ്റുള്ളവരെ പറ്റിക്കാനുള്ള അങ്ങനെയുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ, അത് ശരിയായിട്ടുള്ള യുക്തിവാദികൾക്ക് അത് ഉണ്ടാവില്ല. അവർ സത്യം തന്നെ പറയൂ. അത് പറയാനുള്ളൂ. മരണത്തിനെ യുക്തിവാദിക്ക് നേരിടാൻ ഒരു പ്രയാസമില്ല. കാരണം മരണം അനിവാര്യമാണ്, അത് സ്വാഭാവികമാണ്. ഈ മരണത്തിന് ശേഷം ആരെ സംബന്ധിച്ചിടത്തോളം യാതൊന്നുമില്ല. പൂർണ്ണ വിശ്വാസത്തോടു കൂടിയിട്ട് ജീവിച്ചിരിക്കുമ്പോൾ മരണത്തിന് ഏതാണ്ട് സമയമാകുമ്പോൾ ഒക്കെ മരണത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുക. നമ്മുടെ സ്വത്ത് വകകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞേൽപ്പിച്ച് ഇപ്പം മൃതദേഹം തന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ ബന്ധുക്കളോട് പറഞ്ഞേൽപ്പിക്കുക. ഇനി അത് അവരത് ചെയ്തില്ലെങ്കിലോ നമ്മൾ വേണ്ടാന്ന് വയ്ക്കുക. നമുക്ക് അത്രേ പറ്റുള്ളൂ. മരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമില്ലേ. അതുകൊണ്ട് നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. ഈ മരിച്ചു കഴിഞ്ഞാൽ ശവം എന്ത് ചെയ്യണമെന്നുള്ളതിനെ പറ്റി പ്രശ്നമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം, മരിച്ചു കഴിഞ്ഞിട്ട്. അപ്പം അത് നമ്മുടെ ആഗ്രഹം പറയണു. നമ്മുടെ ഈ ശരീരത്തിന് അവകാശികളായിട്ടുള്ള ആളുകൂടെ നമ്മൾ പറയണം. അവരാണ് അതിൻ്റെ ഉത്തരവാദികളുണ്ട്. അവരത് സമ്മതം ഇല്ലാന്നുണ്ടെങ്കിൽ നിവൃത്തിയില്ല. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ കൃഷിക്കുട്ടിയാർ രജിസ്റ്ററാക്കിയിട്ടുള്ളതാണ്. മരിച്ചാൽ ബോഡി മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നു. മരിച്ചു കഴിഞ്ഞിട്ടേക്ക് ഇപ്പോൾ ഭാര്യ പറഞ്ഞു മക്കൾ നിലത്തെടുത്ത് കിടത്തി പറ്റിൻ്റെ എന്ന് പറഞ്ഞു, നിലത്തിറക്കിയിട്ട് കൊഴുക്കത്തിച്ച് ഒക്കെ. അപ്പോൾ എന്നെ അറിയിച്ചു. ഞാൻ വന്നു, ഞാനും വേറെ ഒരാൾ വക്കീൽ രാംകുമാർ രണ്ടുപേരും ഇത് സാക്ഷികളായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. വക്കീൽ വന്നു, ഞാനും വന്നു. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഒരു ശരിക്ക് ഒഴുക്കത്തിച്ച് സർവ്വതിരാണ്. അപ്പം ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ മരണപത്രം എഴുതി രജിസ്റ്ററാക്കിയിട്ടുണ്ടാണ്. അപ്പോൾ ഞങ്ങളുടെ അതിന് ഏർപ്പാട് മക്കൾ വന്നിട്ട് പറ്റുണ്ടോ? അതിൻ്റെ പറ്റില്ല. അപ്പോൾ അതെടുത്ത് കൊണ്ടുവന്ന ശ്രീ മരണപത്രം വായിച്ചു. അവർക്ക് സമ്മതിൻ്റെ, ഭാര്യയ്ക്ക് സമ്മതിൻ്റെ, മക്കൾ വന്നപ്പോൾ മക്കൾക്കും സമ്മതിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ വക്കീല്
പ്രഗത്ഭനായിട്ട് വക്കീലാണ് അവിടുത്തെ. അപ്പോൾ അങ്ങോട്ട് എന്നോട് ചോദിച്ചു എന്താ വേണ്ടതെന്ന് വെച്ചു. നമ്മളൊന്നും വേണ്ട, അവരവരുടെ ഭാഗം ചെയ്തോട്ടെ. അവിടെ ഒരു ബലം പിടിക്കേണ്ട പ്രയോഗമില്ല. അവർ വീട്ടിൻ്റെ വൈകുന്നേരം ദഹിപ്പിച്ചു. എന്തൊരു കഷ്ടമാണ്. നമ്മൾ അതിന് വേണ്ടി വാശി പിടിക്കണ്ട ഈ ശവത്തെ പറ്റിയിട്ട്. എൻ്റെ അഭിപ്രായം അതാ. അങ്ങനെ വാശി പിടിക്കണവൻ്റെ പാർട്ടീസ് ഉണ്ടെങ്കിൽ അവരാ ചെയ്തോട്ടെ. ശവം ആണ്, അത് മലിനമാണ്, കഴിയും വേഗത്തിൽ ഒരു പ്രയോജനം അതുകൊണ്ടില്ല. അതിൽ കൊണ്ട് നടക്കുന്നതൊക്കെ പ്രചരണമാണ്. ഈ ദേ വരണു എന്ന് പറഞ്ഞിട്ട് നേതാക്കന്മാരെയൊക്കെ എഴുന്നണ്ടത്തില്ലേ ശുദ്ധാശ്രമത്ത. അത് ഏറ്റവും വലിയ കഷ്ടം തന്നെ. ഈ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പം മരിക്കാൻ ഒരു വയസ്സൻ മരിക്കാൻ കിടക്കണം നിൽക്കാൻ ഒരാൾ തിരിഞ്ഞു നോക്കില്ലേ ബന്ധുക്കൾ സമയത്ത്. എന്നിട്ട് അത് കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബഹളായി എല്ലാവരും ഇങ്ങോട്ട് വരുന്നുള്ളൂ. ഈ എന്നിട്ട് ആ കരച്ചിലും വിളിച്ചതൊക്കെ കണ്ട സുഖമില്ലാണ്ട് കിടക്കുന്ന ആള് ഒരു 2 കൊല്ലം മുമ്പെങ്കിലും വന്നിട്ട് ഒന്ന് എന്താ വേണ്ട പാപ്പ പിന്നെ വേണമെന്ന് ചോദിച്ചാൽ എത്ര ഇതുണ്ട് ബന്ധത്തിൽപ്പെട്ടവർ. ഇത് 4-5 കൊല്ലം കണ്ടിട്ട് മരിക്കുമ്പോൾ അറിയിപ്പ് കൊടുക്കേണ്ട പറ്റില്ലല്ലോ. ആൽബം കിട്ടുമ്പോൾ വന്നിട്ട് ആ പാപ്പാ ഭയങ്കര കഷ്ടമാണ്. ഈ മരണത്തെ പറ്റിയൊന്നും യാതൊരു ഭയം ആവശ്യമില്ല. പിന്നെ അത് എന്ത് ചെയ്യാൻ പറ്റും? മരണത്തെ പറ്റിക്ക് നമ്മൾ ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ 90% ആളുകളെ ഇപ്പൊ കഷ്ടപ്പെടുത്തിയിട്ട് കൊല്ലും ഈ ദൈവം, കാരുണ്യവാനായിട്ടുള്ള ദൈവം. അതെ, 2-3 കൊല്ലം 3-4 കൊല്ലം കണ്ണ് കാണാണ്ട്, ചെവി കേൾക്കാണ്ട്, പിന്നെ എന്താ പല വിധത്തിൻ്റെ 3-4 കൊല്ലം അനായാസമായിട്ട് കൃഷ്ണപിള്ള പറയേ, വെട്ടിപ്പുഴ കൃഷ്ണപിള്ള പറയാം, അനായാസേന മരണം വിനാദൈന്യേന ജീവിതം. അത് ഹിന്ദു പുരാണത്തിനുള്ളതാണ്. അത് ഹിന്ദുക്കളുടെ കാഴ്ചപ്പാട് ഭയങ്കരമായിട്ട് അവർ അന്നും ഈ 5-10 കൊല്ലമൊക്കെ ഒരു തുള്ളി പാല് കൊടുത്താൽ ചാവാണ്ട് കിടക്കും. പണ്ട് 10 കൊല്ലം 5 കൊല്ലമൊക്കെ. അപ്പോൾ അവർ ചാവാൻ്റെ വിഷമമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ ആചാര്യന്മാർ. ജനിച്ചു കഴിഞ്ഞാല് ആദ്യത്തെ പ്രാർത്ഥനയാ അനായാസേന മരണം. 5-6 കൊല്ലം കിടത്തരുതെന്ന്. വിനാ ദൈന്യേന ജീവിതം, ദീനത കൂടാത്ത ജീവിതം എന്ന് വെച്ചാൽ മറ്റൊരുത്തം അയ്യോ പാവം എന്ന് പറയിപ്പിക്കാൻ ഇടവരുത്താത്തതല്ല. മജിസ്ട്രേറ്റാവണ്ട, വേറെ മന്ത്രിയാവണ്ട, ഒന്നും വേണ്ട. ആ ആഗ്രഹമൊന്നുമില്ല. മരിച്ച ആത്മാവ് സ്വർഗം അതും പുതിയില്ല. 2 കാര്യമാണ്. അനായാസേന മരണം വിനാ ദൈന്യേന ജീവിതം, ദീനത കൂടാത്ത ജീവിതം അനായാസമായിട്ട് മരണം. 90% പേരെ നിങ്ങൾ നോക്കിയോ. ഞാൻ ഇപ്പോൾ കണക്കെടുത്തുകൊണ്ടിരിക്കുക. ഒരു 10% പേർക്ക് മാത്രം വലിയ കുഴപ്പമില്ലാണ്ട് ഇടും. അങ്ങനെ വലിയ ബുദ്ധിമുട്ട് 1-2 മാസം അല്ലെങ്കിൽ 1-2-5-6 ദിവസമൊക്കെ ആയിട്ട് അത് കുഴപ്പമില്ല. ബാക്കിയുള്ളത് എന്ത് കഷ്ടമുള്ളത്. എവിടെയൊക്കെ കാരുണ്യവാൻ. അതും പഴയകാലത്തൊക്കെ ഈ വേഗം ശ്വാസം വെച്ചൊക്കെ ചാവുകയെ. ഇതിപ്പോൾ ചെറിയൊരു ഇത് വരുമ്പോഴേ അപ്പോൾ കൊണ്ടുപോയി ഡോക്ടർ ആശുപത്രിക്ക് ഐസു കാണാനും പറ്റില്ല. അവിടെ ഒരു 5-6 ദിവസം ഐസിന് ഓക്സിജൻ കൊടുത്ത് കിടന്നു. ഇതേ ഓടി ചിലപ്പോൾ കിടന്നിട്ട് ജനവാതിലിൻ്റെ ഇടയ്ക്ക് നോക്കും. ദേ വാപ്പ കിടക്കും, ദേ വാപ്പ ദേ ഒരാളിനെ കിടക്കാൻ പറ്റുണ്ടോ? ഇവരാഴെ പോയി നോക്കി. അപ്പോൾ വാപ്പ അവിടെ പുറത്തിറങ്ങി മറ്റവരൊക്കെ ജനവാതിൽ നോക്കി കണ്ടു. വാപ്പയെ കണ്ടു, ഞാൻ കണ്ടു. അവിടെ വന്ന് ഇത് കഴിഞ്ഞ് 4 ദിവസം 5 ദിവസം ആകുമ്പോഴേക്കും ആൾ മരിച്ചു. അതുപോലെ അപ്പോൾ നോക്കുമ്പോൾ 1.5 ലക്ഷം രൂപ ഐസി മറ്റു മത്സരമൊക്കെ കൂടി സംഗതി സുഖമായിക്കൊണ്ടായി. എന്തൊരു കഷ്ടമാണെന്നറിയാം. ഈ 4-5 ദിവസമുണ്ട് ഞാൻ വീട്ടിലെടുത്തിട്ട് മര്യാദയ്ക്ക് വല്ല ചുക്കിൻ്റെ ഉള്ള പെണ്ണ് കൊടുത്ത് കിടത്തിയാൽ പോരെ. ഈശോ അത് 80-90 വയസ്സായ ആൾക്കാരെ കാണിക്കുന്ന ഇനി അതെ അത് വലിയ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞില്ലേ അത് ഇതിൽ നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഇത് ക്യാപിറ്റൽ പിസ്റ്റർ എന്ന് പറഞ്ഞൊരു പിസ്റ്റർ ഉണ്ട് സ്പ്രിങ്ങിൻ്റെ. ഈ മൃഗങ്ങളെ കൊല്ലുന്ന കഴുത്ത് മുറിച്ച് കൊല്ലുന്നുണ്ട്. അത് വലിയ കഷ്ടമാണ്, വേദന എടുക്കും. അവരുടെ ഈ ഞരമ്പ് മുറിയണ നേരത്ത് പരാക്രമ നേരെ മറിച്ച് ആ തലേൻ്റെ
ആ ഇതുകൊണ്ട് ഒരൊറ്റ സാധനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താലും വേദനയില്ല. തൊലി പൊളിക്കുക, കഴുത്ത് മുറിക്കുക, എന്ത് ചെയ്തോ. അല്ല അത് വാസ്തവത്തിൽ ഈ കോഴീനെ അതുപോലെ തന്നെ തല ചതയ്ക്കുക. ആദ്യം തലമ ഒരു തട്ട് കെട്ടുക, അപ്പോൾ തല പിന്നെ കഴുത്ത് മുറിക്കാൻ തരും. ഇത് എന്ത് കഷ്ടം നായക്കണേ. ഇവർ ഈ പുണ്യം പറയണ കാര്യമില്ല, അത് വളരെ നോക്കണ്ട കേട്ടോ. ഈ മൃഗങ്ങളുടെ സ്വാഭാവികമായ മരണത്തിന് വിട്ടു നോക്കിയാൽ എന്തായിരിക്കും അവരുടെ സ്ഥിതി. ഈ നായ പുറകോട്ടി കിടന്നു 5-10 ദിവസം അത് അർത്ഥപ്രാണനായിട്ട് കിടക്കും. അതിന് ഭേദം വേദനയും 2 നല്ല വിഷം കൊടുത്ത് കൊന്നു. അതിൻ്റെ തന്നെ മരണത്തിൻ്റെ കാര്യത്തിൽ ഈ 35 കൊല്ലം മുമ്പ് ഞാൻ പെട്രോൾ പമ്പിൽ ജോലി കൊണ്ട് പറയും. അതിന് മുമ്പ് ഞാൻ മൈതാനത്തിൽ കിണറിൻ്റെ അപ്പുറത്ത് ഒരു ദിവസം കാലത്ത് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. കാലത്ത് നോക്കിയപ്പോഴുണ്ട് അത് ചത്തട്ടിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് 2-3 നാളായി. എന്താണെന്ന് നോക്കിയപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ വണ്ടീന് കഴിഞ്ഞു വാച്ച് നോക്കി. മുനിസിപ്പാലിറ്റിയുടെ വണ്ടീന് അവിടെ 2-3 പേര് വന്നിട്ട് ചത്തട്ടിൻ്റെ പശു ചത്തട്ടിൻ്റെ കിടക്കണ് ചത്തട്ടിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ അടുത്തുള്ളൊരു വീട്ടിലത്തെ പശുവിനെ കറവയൊക്കെ പറ്റിയപ്പോൾ ഇനി പാപം ചെയ്യാൻ കഴിഞ്ഞാൽ ചെറിയ തുറന്നു വിട്ടു. അത് ആയുസിൻ്റെ പേരം കൊണ്ട് 5-6-5-8 മാസം കിടന്ന് അവസാനം അവിടെ വീണു. ആരാ നോക്കാൻ? വീണ് അവിടെ കിടന്ന് തലയിട്ടടിച്ചു. അവിടുന്ന് ആ ഈറ്റത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാക്കകളെ കൊത്തി തുടങ്ങി. എന്നിട്ടും ചാവണില്ല. 4 ദിവസം അത് അവിടെ കിടന്നു. ആയുസിൻ്റെ പേര് പിന്നെ ഉൾഭാഗത്തൊരു പൊന്ത് മാതിരി വന്നു. അപ്പോൾ അന്ന് മുനിസിപ്പാലിറ്റിക്കാർക്ക് ചത്താരെ കൊണ്ടുപോകാൻ പാടുണ്ടോ? ചാവും മുമ്പ് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ കാലത്ത് അവർ തേർവാഴ്ചയുണ്ട് മുനിസിപ്പാലിറ്റിയുടെ. പെണ്ണും ചത്ത് കിടന്ന് നോക്കിയപ്പോൾ ഇവൻ പോടാ നീ ചത്തോ നോക്കിയേ. അത് നോക്കി ആ ചത്തിട്ടിൻ്റെ ഇഷ്ടമാണ് അത് പോയി. 4-ാം ദിവസം നോക്കിയപ്പോൾ ചത്തു. അവക്കൊണ്ട് ഒരു ഭക്തജനങ്ങൾ എൻ്റെ അരിത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. 30 കൊല്ലം മുമ്പുണ്ടായ സംഭവമാണ്. എളുപ്പൻ്റെ ഇവിടെ ഈ മൃഗങ്ങളെ ഉണ്ടല്ലോ കഴിയുന്നത് ഇങ്ങനെ വേദനിപ്പിക്കാണ്ട് കൊണ്ടുപോകേണ്ടത്. ഞങ്ങളുടെ അടുത്തൊരു അമ്മിയാരുണ്ടായിരുന്നു. അമ്മിയാർ പാറു എന്ന് പറഞ്ഞിട്ടൊരു അമ്മിയാരുടെ കച്ചവടം എന്ന് വെച്ചാൽ പാല് കച്ചവടമാണ്. 5-6 പശുക്കളെ കൊണ്ടുവന്ന് നിർത്തി ആരാക്കും. അതിലൊരു പാറു എന്ന് പറഞ്ഞൊരു പശുവിന് അമ്മിയാർക്ക് ഭയങ്കര ഇഷ്ടമായി. അത് നല്ലോണം കറവ് തരും. അമ്മിയാർ ആണ് ഇതിനെ കൊടുക്കില്ല, ഈ കശാപ്പുകാർക്ക് കൊടുക്കില്ല. അവിടെ നിർത്തി, തൊഴുത്തിൽ നിർത്തി 5-6 മാസം 1 കൊല്ലം വരെ കുറേശ്ശെ തീറ്റ കൊടുത്ത് വെള്ളം കൊടുത്ത് നിർത്തി. അത് കഴിഞ്ഞപ്പോൾ അത് വീണിട്ട് നോക്കിയപ്പോൾ മൃഗാശുപത്രിയിൽ പോയിട്ട് അത് മതിപ്പിക്കാൻ പറ്റുക. അങ്ങനെ കിടന്ന് മേലൊക്കെ പുറനായി. 5-8 മാസം പിന്നെയും കിടന്നു. അമ്മിയാരെ ഒടുകൂടെ പോയപ്പോൾ നാരായണ എന്ന് പറഞ്ഞിട്ട് പശുവിൻ്റെ അടുത്തേക്ക് പോവുക. ഞങ്ങളുടെ തൊട്ടടുത്താണ്. അപ്പോൾ ഈ നാരായണ വീട് കേൾക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അമ്മിയാർ കഞ്ഞീര കൊണ്ട് കൊടുക്കാൻ പോകുന്നു. കിടന്നോർത്ത് കിടന്ന് ഒരു 5-6 മാസം മീനൊക്കെ പുറനായി നാട്ടായി. ഡോക്ടർ വന്നിട്ട് മരുന്ന് വയ്ക്കും. ഡോക്ടർ ഇങ്ങനെ സാധനം ഒരു കണക്കിന് ചത്തു. അവരുടെ പറമ്പിൽ തന്നെ കുളിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് എന്നോട് ജോസേ ഇനി വേറെ വല്ലവരുടെ പശു ഉണ്ടോ? ഞാൻ കയറി പിടിച്ച് കൊടുക്കാം. എനിക്ക് കാണുകയില്ല. നിങ്ങളുടെയൊക്കെ പശു ഉണ്ടെങ്കിൽ തന്നാൽ ഞാൻ കശാപ്പർക്ക് പിടിച്ചു കൊടുക്കാമെന്ന് ആ സ്ത്രീ പറയാൻ. അത്ര ദയനീയാണ്. ഇതിന് ഓരോ മൃഗത്തിൻ്റെയും ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കണം. നായെ കൊണ്ടുകൊണ്ടൊന്നും ഒരു വിഷമമില്ല, വേദനിപ്പിക്കാണ്ട് പോയില്ല. അത് ഈ എല്ലാത്തിനും അതുപോലെയാണ്. ഇതിൻ്റെ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടായാലും വേദനിപ്പിക്കേണ്ട ആവശ്യമില്ല. അതിന് ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അർത്ഥന്യത്തിനാകുമെന്ന്. അപ്പോൾ മീനിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു മീന് അറക്കാൻ എളുപ്പമില്ലല്ലോ. അപ്പോൾ അത് പടച്ചവൻ തന്നെ കഴുത്തിന് മുറിച്ചിട്ടാണ് വീട്ടിരിക്കുന്നത്. മാരി വീട്ടി. ബഹുമാന്യ സുഹൃത്തുക്കളെ, ഇത്രയും സമയം ഞാനായിട്ട് സംസാരിക്കാനും എനിക്ക് ആശയവിനിമയം നടത്താനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ വളരെ കുറവേ ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന യുക്തിവാദി പ്രസ്ഥാനത്തിൽ ഏറ്റവും ശരിയായ യുക്തിവാദി ആശയങ്ങളാണ് ഈ യുക്തിവാദി പ്രസ്ഥാനമാണ് ഇവർ കൊണ്ടു നടക്കുന്നത് എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല.
മറ്റുള്ളവർക്കെല്ലാം ചില വ്യക്തി താല്പര്യങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളും ആണുള്ളത്. യഥാർത്ഥത്തിൽ സാമാന്യ ജനങ്ങളുടെ അന്ധവിശ്വാസങ്ങളെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ആളുകളാണ് ഡോക്ടർ വാസുദേവനും അവരുടെ കൂടെയുള്ള ആളുകളും. ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. വിശ്വനാഥൻ ഡോക്ടർ വിശ്വനാഥൻ തെറ്റിപ്പോയി. ഡോക്ടർ വിശ്വനാഥനും ആളുകളും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇവരുടെ ഈ സത്യസന്ധമായ പ്രവർത്തനത്തിൽ. അതിനോടൊപ്പം തന്നെ ധൈര്യമായി ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഭയപ്പാടുകൾ വരുന്ന ചില സംഗതികൾ ഒഴിഞ്ഞു മാറും. അതല്ല, ഒഴിഞ്ഞു മാറാതെ ധൈര്യമായി ചിന്തിച്ച് സത്യം മനസ്സിലാക്കി അതനുസരിച്ച് സന്തോഷത്തോടും സുഖത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ കഴിയണം എല്ലാവർക്കും എന്നുള്ള എൻ്റെ ഒരു വിനീതമായ അപേക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. പ്രത്യേകം നന്ദി.